ന ന ന കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം 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 ന ന ന. നമസ്കാരം. വൈത്താരിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന അനുഭവ കഥകൾ തൃത്താല ശങ്കരകൃഷ്ണൻ, തൃത്താല കുഞ്ഞേഷ് പൊതുവാളുടെ തായമ്പക വിദഗ്ധനായിരുന്ന പ്രത്യേക ശൈലിക്കുടമയായ തൃത്താല കുഞ്ഞികൃഷ്ണ പൊതുവാളുടെ മകൻ ശങ്കരകൃഷ്ണൻ, തൃത്താല ശങ്കരകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. കലാമണ്ഡലത്തിൽ അദ്ദേഹം പഠനം പൂർത്തിയാക്കിയ കഥകളിക്കൊട്ട് വളരെ വിദഗ്ധമായി പഠിച്ച കലാകാരനാണ്. തുടർന്ന് അദ്ദേഹം അച്ഛൻ്റെ പാതയിലൂടെ തന്നെ പിന്തുടർന്ന് ക്ഷേത്ര വാദ്യവുമായി ബന്ധപ്പെട്ട് തായമ്പക, മേളം, അടിയന്തരാദി ചടങ്ങുകൾ, പാണി മുതലായവ, അഷ്ടപതി തുടങ്ങിയ എല്ലാ കൊട്ട് സംബന്ധമായ എല്ലാ ചടങ്ങുകളും അദ്ദേഹത്തിന് വളരെ കൃത്യമായി അറിയുകയും പ്രയോഗിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. തൃത്താല കുഞ്ഞേഷ് പൊതുവാളുടെ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ആ ശൈലിയിലൂടെ തായമ്പക അവതരിപ്പിക്കുന്ന കലാകാരനുമാണ്. തൃത്താല കേശവദാസ്, തൃത്താല ശങ്കരകൃഷ്ണൻ എന്നീ രണ്ട് സഹോദരന്മാർ കലാമണ്ഡലത്തിലൊപ്പം പഠനം പൂർത്തിയാക്കിയ തൃത്താല കുഞ്ഞികൃഷ്ണ പൊതുവാളുടെ പുത്രന്മാരാണ്. കേശവദാസ് എന്ന കലാകാരൻ അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞു. ഇവർ രണ്ട് പേര് ചേർന്നുള്ള തായമ്പകൾ നിരവധി അരങ്ങുകളിൽ നമ്മൾ കണ്ടതാണ്, അറിയുന്നതാണ്. എങ്ങനെയാലും തൃത്താല ശങ്കരകൃഷ്ണൻ്റെ അനുഭവകഥകൾ വളരെ ഹൃദ്യമായി അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തോട് വിവരങ്ങൾ ചോദിച്ചറിയുന്നത് പണ്ഡിത്യ മേഖലയിൽ അല്ലെങ്കിൽ സാഹിത്യ മേഖലയിൽ അല്ലെങ്കിൽ സംസ്കൃത മേഖലയിൽ, വേദമേഖലയിൽ ധാരാളം പാണ്ഡിത്യമുള്ള, അതിൻ്റെ ഉത്തുംഗ ശ്രേണിയിൽ നിൽക്കുന്ന ഡോക്ടർ CM നീലകണ്ഠൻ അവറുകളാണ്. അദ്ദേഹമാണ് ഈ ശങ്കരകൃഷ്ണനോട് ചോദ്യങ്ങൾ ചോദിച്ചറിയുന്നത്. നമുക്കറിയാം, കടവല്ലൂർ അന്യോന്യത്തിൻ്റെ അതിൻ്റെ ആധികാരികതയിൽ നിന്നുകൊണ്ട് നിരവധി തവണ അദ്ദേഹം പേപ്പറുകൾ അവതരിപ്പിക്കുകയും സെമിനാറുകൾ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കൂടിയാട്ട മേഖലയെക്കുറിച്ച്, അതിൻ്റെ അവതരണത്തെക്കുറിച്ച്, അതിൻ്റെ നാട്യശാസ്ത്രത്തെക്കുറിച്ച്, അതിൻ്റെ എല്ലാ മേഖലയെക്കുറിച്ചും അദ്ദേഹത്തിന് വളരെ കൃത്യമായ അറിവ് ഉള്ള വ്യക്തിയാണ്. ഒപ്പം അത് പകർന്നു തരുന്നതിന് യാതൊരു മടിയുമില്ലാത്ത, അതിന് സമയം കണ്ടെത്തുന്ന വ്യക്തി കൂടിയാണ് ഡോക്ടർ CM നീലകണ്ഠൻ അവർകൾ. കലാമണ്ഡലത്തിൽ നിരവധി കാലം അക്കാഡമിക് ഡയറക്ടറായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിരുന്നു. അക്കാലത്ത് തന്നെ നിരവധി വ്യക്തികളെ കൊണ്ടുവന്ന് കലാമണ്ഡലത്തിൽ സെമിനാറുകൾ അവതരിപ്പിച്ച് എല്ലാ കലാകാരന്മാർക്കും വേണ്ട മാനസികമായ ഉദ്ബോധനം ഉണ്ടാക്കുന്നതിന് അദ്ദേഹം പരിശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയും ഞാനധികം അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല. എങ്ങനെയും CM നീലകണ്ഠൻ എന്ന ഡോക്ടർ CM നീലകണ്ഠൻ എന്ന അവറുകളാണ് ഇന്ന് തൃത്താല ശങ്കരകൃഷ്ണൻ എന്ന തായമ്പക വിദഗ്ധനോട്, മേള വിദഗ്ധനോട്, ക്ഷേത്ര ചടങ്ങുകൾ കൃത്യമായി അറിയുന്ന കലാകാരനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇവരുടെ രണ്ടുപേരുടെയും വർത്തമാനത്തിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. ഏവർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇടന്തല വായ്ത്താരി എന്ന
പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇടന്തല വായ്ത്താരി എന്ന ഈ പരിപാടി കലാമണ്ഡലം ചെണ്ട ആശാനായിട്ട് വിരമിച്ച കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ ചെണ്ട, കഥകളി, മേളം, തായമ്പക കലാകാരന്മാരുടെ അനുഭവങ്ങളും അവരുടെ പ്രഗത്ഭമായ പ്രകടനങ്ങളും എല്ലാവർക്കും പരിചയപ്പെടുത്താൻ വേണ്ടി ആരംഭിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്. ഈ പരിപാടി ഇത്തരത്തിൽ ആസൂത്രണം ചെയ്ത് റെക്കോർഡ് ചെയ്ത് എല്ലാവരിലും എത്തിക്കാൻ വേണ്ടി പരിശ്രമം ആരംഭിച്ച ശ്രീ കലാമണ്ഡലം ഉണ്ണികൃഷ്ണനെ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുന്നു, അനുമോദിക്കുന്നു. ഈ പരിപാടിയിൽ ഇന്ന് നമുക്ക് അതിഥിയായിട്ട് ഉള്ളത് ശ്രീ തൃത്താല ശങ്കരകൃഷ്ണ പൊതുവാളാണ്. ഞങ്ങളെല്ലാം വളരെ അടുപ്പം, സ്നേഹം മുൻനിർത്തി അദ്ദേഹത്തെ തൃത്താല ശങ്കരകൃഷ്ണൻ എന്നും ശങ്കരകൃഷ്ണ ആശാൻ എന്നുമൊക്കെ അഭിസംബോധന ചെയ്യും. അത്രയും അടുപ്പമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. തൃത്താല കുഞ്ഞികൃഷ്ണ പൊതുവാൾ എന്ന പ്രസിദ്ധ തായമ്പക കലാകാരന്റെ മകനാണ്. തൃത്താല തായമ്പക പാരമ്പര്യത്തെ അതിൻ്റെ എല്ലാ ശുദ്ധിയോടും അതിൻ്റെ പവിത്രതയോടും കൂടി കൊണ്ടു നടക്കുന്ന ഒരു കലാകാരനാണ്. അദ്ദേഹത്തിന് തായമ്പക, സോപാന സംഗീതം, ക്ഷേത്ര അടിയന്തരങ്ങളുമായി ബന്ധപ്പെട്ട വാദ്യപ്രയോഗങ്ങൾ, മേളകല തുടങ്ങിയവയിലെല്ലാം വളരെ ഉന്നതമായ അവതരണ പ്രാഗൽഭ്യമുണ്ട്. അത് അദ്ദേഹത്തെ അറിയുന്നവർക്കും ഈ മേള, ചെണ്ട ആ ഫീൽഡിൽ പ്രവർത്തിക്കുന്നവർക്കും ആസ്വാദകർക്കും അറിയുന്നതാണ്. അങ്ങനെ വളരെ പ്രഗത്ഭനായ ഒരു കലാകാരനെയാണ് നമുക്കിന്ന് പരിചയപ്പെടാനായിട്ട് കിട്ടിയിട്ടുള്ളത്. ശ്രീ തൃത്താല ശങ്കരകൃഷ്ണന് നമ്മുടെ എല്ലാവരുടെയും നമസ്കാരം, എൻ്റെ പ്രത്യേകമായ നമസ്കാരം. നമസ്കാരം. തൃത്താല ശങ്കരകൃഷ്ണനെ ഞാൻ തൃത്താല ശങ്കരകൃഷ്ണൻ ആശാൻ എന്നാണ് വിളിക്കുക. എൻ്റെ 70ാമത്തെ വയസ്സിൽ എനിക്ക് മേളം, പഞ്ചാരി മേളം പഠിക്കണം എന്നൊരു ചെറിയ ആഗ്രഹം വന്നപ്പോൾ ആ ആഗ്രഹം ഞാൻ ആരോട് പറയണം, ആരെ സാധിപ്പിച്ചു തരിക എന്നുള്ള ഒരമ്പരപ്പ് എനിക്കുണ്ടായിരുന്നു. അന്ന് ഞാൻ തൃത്താല ശങ്കരകൃഷ്ണനെ സമീപിച്ച് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, അതൊന്ന് പരിഗണിക്കുകയോ ചോദിച്ചു. അപ്പോൾ ശങ്കരകൃഷ്ണൻ 70 വയസ്സായോ? ഭാഗ്യത്തിന് എനിക്ക് 69 ആയിട്ടുള്ളൂ. 70 ആയാൽ 70-ന് ശേഷമായി പഠിപ്പിക്കില്ല എന്നാണ് ഉള്ളിലെന്ന് മനസ്സിലായി എനിക്ക്. ഭാഗ്യത്തിന് അന്ന് എനിക്ക് 69 ആയിട്ടുള്ളൂ, 70 ആയിട്ടില്ല. അത് കൊറോണയുടെ തൊട്ട് മുമ്പ്, കൊറോണ തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് അദ്ദേഹം അത് ഏറ്റെടുത്തു. എന്നിട്ട് ഷൊർണൂര് പരുത്തിപ്പറയുള്ള എൻ്റെ ഗൃഹത്തിൽ വന്ന് പഠിപ്പിച്ചു. ഞാൻ മാത്രമല്ല, ഞാനതിൽ എൻ്റെ ചുറ്റുപാടുമുള്ള ഈ ചെണ്ടയും ഒക്കെ പഠിക്കാൻ താല്പര്യമുള്ള, എന്നാൽ അതിന് സൗകര്യമില്ലാത്ത, അന്ന് 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ പെയിൻറ്റിങ് തൊഴിലാളികൾ, അതുപോലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ, 1-2 സ്ത്രീകൾ, ഇങ്ങനെ 10-12 പേരടങ്ങുന്ന ഒരു സംഘമുണ്ടാക്കി 2 കൊല്ലത്തോളം ആഴ്ചയിൽ 2-3 ദിവസം വന്ന് പഠിപ്പിക്കും. പിന്നെ ഞങ്ങളവിടെ സാധകം ചെയ്യും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നത് നോക്കും. എന്നിട്ട് അവസാനം 1.5 മാസം കൃത്യമായി വന്ന് ആ സാധകം പൂർണ്ണമായും ശരിയല്ലേ എന്ന് ശ്രദ്ധിച്ച് തിരുത്തി പഠിപ്പിച്ച് അവസാനം ഒരു 3-4 ദിവസം കൊമ്പും കുഴലും എല്ലാം കൂടിയുള്ള റിഹേഴ്സൽ ചെയ്ത് 2019 വിജയദശമിക്ക് ഞങ്ങളുടെ ക്ഷേത്രത്തിൽ അത് അരങ്ങേറ്റുണ്ടായി. പഞ്ചാരി മേളം 3, 4, 5 കാലം. അത് ഞങ്ങൾക്ക് എങ്ങനെയാണ് അതിനോടുള്ള അത്ഭുതമോ ആദരവോ നന്ദിയോ പറയേണ്ടതെന്ന് ശരിയല്ല. അത്രയും ഞങ്ങളൊക്കെ ആശാൻ എന്നാണ് പറയുക. മാത്രമല്ല, തൃത്താല ശങ്കരകൃഷ്ണനെ അദ്ദേഹം കലാമണ്ഡലത്തിൽ പഠിച്ചു കഴിഞ്ഞ കാലം മുതൽ
എനിക്കറിയാം. എൻ്റെ മകൻ ഒരു 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചെണ്ട പഠിക്കാൻ വേണ്ടി ആഗ്രഹം പ്രകടിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ അച്ഛൻ തൃത്താല കുഞ്ഞികൃഷ്ണ പൊതുവാളിൻ്റെ അടുത്ത് ഞാൻ ചെന്നത് പറഞ്ഞപ്പോൾ ഇവിടുന്ന് ഞാനത് നിർവഹിച്ചു തരാമെന്ന് പറഞ്ഞ് ഇവിടുന്ന് ബസ്സിൽ വാളനാകുറിശി ഗേറ്റ് ഇറങ്ങി പരുത്തിപ്പുറയ്ക്ക് നടന്ന് 2-3 കൊല്ലം പഠിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ. അയാളിപ്പോൾ ബാംഗ്ലൂരിൽ ഒരു സയൻറ്റിസ്റ്റാണ്. അന്ന് കുഞ്ഞികൃഷ്ണ പൊതുവാൾക്ക് വരാൻ പറ്റാത്ത ദിവസങ്ങളിൽ ശങ്കരകൃഷ്ണനും ഏട്ടനുമാണ് വരിക. അന്ന് മുതൽ നമ്മൾ തമ്മിൽ വളരെയധികം ആത്മബന്ധമുണ്ട്. അപ്പോൾ ഈ പരിപാടി അവതരിപ്പിക്കാൻ ഉള്ള അവസരത്തിൽ അങ്ങയുടെ ഒപ്പം ഉണ്ടാവാൻ എനിക്ക് വലിയ സന്തോഷം, അത് ആദരവും സന്തോഷവും പ്രകടിപ്പിക്കുന്നു. ഈ പരിപാടി നമ്മുടെ ഒരു വലിയ കലാപാരമ്പര്യത്തിൻ്റെ ചരിത്രം, ആ ചരിത്രത്തിൻ്റെ സൂക്ഷ്മതകൾ, അതുമായി ബന്ധപ്പെട്ട കലാകാരന്മാരുടെ അനുഭവങ്ങൾ, ഈ കലയിൽ അങ്ങയെപ്പോലെയുള്ള ഓരോ കലാകാരന്മാരും ഈ കലയിൽ കണ്ടെത്തിയിട്ടുള്ള പുതിയ മാനങ്ങൾ അല്ലെങ്കിൽ പുതിയ അവതരണ സമ്പ്രദായങ്ങൾ, എവിടുന്നൊക്കെ ഏതൊക്കെ സാഹചര്യത്തിൽ നിന്നതൊക്കെ സ്വായത്തമാക്കാൻ അങ്ങയെപ്പോലെയുള്ളവർക്ക് സാധിച്ചു. ഇന്നത്തെ ഇതിൻ്റെ നില അല്ലെങ്കിൽ ഇതിൻ്റെ അവസ്ഥ നമുക്ക് ആശാവഹമാണോ, അതല്ല അതിലെന്തെങ്കിലും പുതിയ നിർദ്ദേശങ്ങൾ അതിലേക്ക് സമർപ്പിച്ച് ഇതിനെ പുതിയ വളർന്നു വരുന്ന തലമുറയ്ക്ക്, കലാകാരന്മാരുടെ തലമുറയ്ക്ക് ഇതിലെന്തെങ്കിലും നിർദ്ദേശങ്ങൾ കൊടുത്ത് അവരെ ഇതിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ടോ? തുടങ്ങിയിട്ട് നമുക്ക് ഈ വലിയൊരു പാരമ്പര്യത്തെ നമ്മളൊരു പൊതു ജനങ്ങൾക്ക് അല്ലെങ്കിൽ കാഴ്ചക്കാർക്ക് അല്ലെങ്കിൽ കേൾവിക്കാർക്ക് പരിചയപ്പെടുത്തണം. അങ്ങാണെങ്കിൽ ഇന്ന് വലിയൊരു പാരമ്പര്യത്തിൻ്റെ കണ്ണിയാണ്, അനുസ്യൂതിയാണ്. ഇപ്പോൾ തൃത്താല തിരുവേഗപ്പുറ രാമ പൊതുവാള്, അതുപോലെ തൃത്താല കുഞ്ഞികൃഷ്ണ പൊതുവാള്, തൃത്താല കേശവ പൊതുവാള്, ഇവരുടെയൊക്കെ തായമ്പക ഞാൻ കേട്ടിട്ടുണ്ട് ധാരാളം. അവരുടെയൊക്കെ കൊട്ടുവഴികളിലൂടെ വന്ന് അതെല്ലാം കണ്ട് സ്വായത്തമാക്കി അങ്ങയുടേതായിട്ടുള്ള ഒരു കുട്ടിൻ്റെ വഴി എങ്ങനെയാണല്ലോ കലയിൽ വരിക, അവരവർ സ്വന്തം ഒരു വഴി ഉണ്ടാക്കി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഇത് ഇന്നിപ്പോൾ അങ്ങയുടെ സിംഗിൾ തായമ്പക, ഡബിൾ ഏറ്റവും കൂടിയുള്ള ഡബിൾ തായമ്പക അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് സിംഗിൾ തായമ്പക, ഡബിൾ തായമ്പക, പഞ്ചതായമ്പക ഒക്കെ നമ്മൾ ധാരാളം നേരിട്ടും വാട്സപ്പിലൂടെ. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു അനുഭവം തൃത്താല പാരമ്പര്യത്തിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ മഹത്വം, അതിൻ്റെ സവിശേഷതകൾ, മറ്റു പാരമ്പര്യം പോലെയുള്ള ഇതിലെ കുട്ടിലെ തന്നെ മറ്റു പാരമ്പര്യങ്ങളുമായിട്ട് ഇതിൻ്റെ ഇടപഴകലുകൾ എല്ലാം നമുക്കൊന്ന് ഹൃദയം തോന്നുന്ന അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആദ്യമായിട്ട് അങ്ങയുടെ ബാല്യം, സ്കൂൾ വിദ്യാഭ്യാസം, ആ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ അച്ഛൻ്റെ അടുത്തായിരിക്കും എന്തായാലും അത് അങ്ങ് പറഞ്ഞു തരിക ആരൊക്കെ ഗുരുനാഥന്മാര്, ആ പഠനം എങ്ങനെയാണ്, ആ ആദ്യകാലം ഇതിൽ അരങ്ങേറ്റം ഒക്കെ വരെയുള്ള അങ്ങയുടെ കുട്ടിൻ്റെ പഠനത്തിൻ്റെ അനുഭവങ്ങളൊന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരാം. നമസ്കാരം. അച്ഛൻ തൃത്താല കുഞ്ഞികൃഷ്ണ പൊതുവാൾ, അമ്മ ചെർപ്പശ്ശേരി കുന്നത്ത് പൊതുവാട്ടിൽ പാർവതി പൊതുവാൾ. അമ്മ എന്ന് പറയുമ്പോൾ ആലിപ്പറമ്പ് ശിവരാമാവുടെ മരുമകൾ കൂടിയാണ്. അമ്മാവനായിട്ടുള്ള ഒരു പാരമ്പര്യം. അച്ഛൻ്റെ അച്ഛൻ മലമക്കാവ് കേശവ പൊതുവാൾ മുത്തശ്ശൻ. അമ്മയുടെ അച്ഛൻ പൊറുണിക്കാവിൽ ഗണപതി മാരാർ. അച്ഛൻ്റെ അമ്മ ചാക്കരത്ത് മാരാത്ത് ജാനകി മാരാശി. അമ്മയുടെ അമ്മ കുന്നത്ത് പൊതുവാട്ടിൽ നാണിക്കുട്ടി പൊതുവാൾ. ഇത്രയും ആദ്യത്തെ ഒരു അവതരിപ്പിക്കാൻ പറയട്ടെ. അച്ഛൻ്റെ ഒരു മകനായിട്ട് ജനിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. അതിൽ അച്ഛൻ്റെ പാരമ്പര്യം
മുത്തശ്ശനിൽ നിന്ന് പകർന്നു വന്നിട്ടുള്ളതാണ്. ആ മുത്തശ്ശൻ്റെ ശിഷ്യന്മാരാണ് തിരുവപ്പുറ രാമപുതുവാളാശാൻ വരെ മുത്തശ്ശൻ്റെ ശിഷ്യന്മാരാണ്. ആ മുത്തശ്ശൻ്റെ ശിഷ്യനിൽ നിന്നും ആണ് അച്ഛൻ ശിവരാം മാമ, കൃഷ്ണൻ മാമ, പിന്നെ തിരുവപ്പുറ രാമപുതുവാളാശാൻ്റെ മകൻ കേശവട്ടൻ. അവർ 4 പേരും തിരുവപ്പുറ രാമപുതുവാളാശാൻ്റെ ശിഷ്യന്മാർ. എൻ്റെ ബാല്യകാലത്ത് ഞാൻ ജനിച്ചത് കുറിഞ്ഞിക്കാവ് എന്ന എൻ്റെ അമ്മയുടെ വീട്ടിലാണ്. മുത്തശ്ശനെ കുറഞ്ഞുള്ളൂ, നമ്മുടെ അച്ഛൻ്റെ വീട് അവിടെ ആണ് ജനിച്ചത്. അത് കഴിഞ്ഞൊരു 2.5 വയസ്സ് 3 വയസ്സാകുമ്പോൾ അതുവരെ പിന്നെ തൃത്താല താമസം. അച്ഛനും അമ്മയ്ക്കും ഒരേ സമയത്ത് തന്നെ അച്ഛന് മൂത്രസംബന്ധമായിട്ടുള്ള ഒരു അസുഖം, അമ്മയ്ക്ക് വാദസംബന്ധമായ ഒരു അസുഖം വന്നപ്പോൾ എന്നെ അവിടെ കുറിഞ്ഞിക്കാവ് എന്ന് പറയാൻ വീട്ടിലേക്ക് നമ്മുടെ അമ്മമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പിന്നെ ഞാനൊരു 6 മാസം 1 വർഷത്തോളം അവിടെയാണ് വളർന്നത്. ആ കാലത്ത് അവിടെ ധാരാളം കൃഷി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തോട്ടം ഉണ്ടായിരുന്നു, അടയ്ക്ക. 4 പേരാണ് അവിടുത്തെ പണിക്കാർ. ഈ 4 പേരും അടയ്ക്കയ്ക്ക് കാവൽ കിടക്കാനുള്ളതെന്ന് ഇരിക്കും. അപ്പം ആ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവരുടെ മേല് കിടന്നുറങ്ങിയിട്ടാണ് ഞാൻ വളർന്നിട്ടുള്ളത്. അത് മാമ്പി, കുഞ്ഞാമ്പി, കിടക്കറായി, വേലായുധൻ എന്ന 4 പേരാണ്. ഒരു സ്ഥലത്ത് ഇവിടെ കിടക്കും, വിളിച്ചാൽ ഇരിക്കുമ്പോഴേക്കും അപ്പുറത്തെത്തില്ലോ, 4ാമത്തെ ആളുടെ എത്തത്തില്ലോ. അത്രയും അങ്ങനെയാണ് എൻ്റെ ഒരു ആദ്യത്തെ ഒരു അനുഭവം. എനിക്ക് ഓർമ്മ വരുന്ന കാലം കൊടുത്ത കാര്യം പറയുമ്പോഴാണ് ആദ്യത്തെ. പിന്നെ ഇവരുടെ അന്ന് അവിടുന്ന് ആഴ്ചയിൽ ഒരു ദിവസം ഈ മാമ്പി എന്ന പണിക്കാരൻ കഴുത്തിൽ തോളത്ത് വെച്ചിട്ട് അവിടെ നിന്ന് നടന്നു വരണം. ഒരു 6-7 കിലോമീറ്റർ ഉണ്ട്. തൃത്താല വന്ന് അച്ഛനും അമ്മയ്ക്കും ഒന്ന് കാണിച്ച് കൊണ്ടുപോകും. ഇവരുടെ അസുഖം കാരണം നമുക്കവിടെ നിൽക്കാൻ പറ്റില്ല. അങ്ങനെ ആ ഒരു കാലഘട്ടമാണ് എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത്. അപ്പൊ എത്ര വയസ്സാവും? അപ്പൊ ഒരു 3 വയസ്സ്, 2.5-3 വയസ്സ് അത്ര ആയിട്ടുള്ളൂ. അല്ല, ഏട്ടനിവിടെ. ഏട്ടനേക്കാൾ 5 വയസ്സ് മേലെയാണ്. സ്കൂളിൽ ചേർന്നതും വിദ്യാഭ്യാസവും ഒപ്പം ഈ ചെണ്ടയുടെ വിദ്യാഭ്യാസവും കൂടി ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത്. എന്റെ പഠനം തൃത്താല MCVP സ്കൂളിൽ 1ാം ക്ലാസ്സിൽ ചേർന്ന് ഇവിടെ വന്നു. ഇവിടെ ഒരു 4 വയസ്സാകുമ്പോഴേക്കും 3.5-4 വയസ്സാകുമ്പോഴേക്കും എത്തി. പിന്നെ ദിവസേന നാമം ജപിക്കും അച്ഛൻ. ഇരുത്തിയിട്ടത് നിർബന്ധമാണ്. ഒപ്പോളെ ഏട്ടൻ ഞാൻ, ഞങ്ങൾ 3 പേരാണ് അപ്പം അച്ഛനെ. അപ്പം അതിന് ഞങ്ങൾ അധികവും 3 പേര് ഇരുന്നിട്ട് നാമം ചെല്ലും. ഇനി ഒപ്പോൾക്ക് എന്തെങ്കിലും അസൗകര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ 2 ആളായിട്ട് ഞാൻ ഉണ്ടാവും. ശേഷം ഒരു കീർത്തനം, സോപാന സംഗീതത്തിൻ്റെ ഒരു കീർത്തനം പറഞ്ഞു തരിക എന്നുള്ളത് അച്ഛൻ പതിവാക്കി. അങ്ങനെ പഠിപ്പിക്കും. ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കുറേശ്ശെ അത് പഠിപ്പിക്കലാണ്, പാടിക്കലല്ല. അത് ആദ്യം വരികളൊക്കെ പഠിപ്പിച്ച് പിന്നെ ഹൃദ്യസ്ഥമായി കഴിഞ്ഞാൽ പിന്നെ ചെല്ലിക്കും. അങ്ങനെ ആദ്യം സോപാനകരൻ്റെ ക്ഷേത്രത്തിൽ, തൃത്താല ശിവക്ഷേത്രത്തിലെ അടിയന്തരമുണ്ട്. ആ അടിയന്തരത്തിൻ്റെ നടത്തിപ്പ് സുഗമമാക്കാൻ ആരാണ് അതാത് കാലത്ത് ജൂനിയർ എന്ന് പറഞ്ഞാൽ അവരാണ് അത് നടത്തുന്നത്. അപ്പോൾ ഞാനൊരു 7 വയസ്സ് മുതൽ അമ്പലത്തിലേക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ തായമ്പകാരങ്ങേറ്റത്തിന്റെ മുമ്പ് സോപാനം സംഗീതം അമ്പലത്തിൽ തുടങ്ങി. ആദ്യം പൂജക്കൊട്ട്, പൂജക്കൊട്ടാണ്, പൂജക്കൊട്ടെന്നാണ് തുടങ്ങുന്നത്. ഞങ്ങളൊക്കെ അതിനരങ്ങേറ്റായിട്ടുണ്ടോ? അതുകൂടെ ആയി അച്ഛനും ബോധ്യപ്പെടുമ്പോ അച്ഛനോട് പറഞ്ഞാക്കും. നമ്മുടെ തേവരുടെ കാര്യം ഭംഗിയാവുക എന്നുള്ളത് മാത്രമേ അവിടുത്തെ ഒരു ഉദ്ദേശമുള്ളൂ. പിന്നെ പാരമ്പര്യ അടിയന്തരമാവുകൊണ്ട് ഈ പിന്നെ ദത്തമായിട്ട് നിയമവശങ്ങളില്ല. ലീവ് എടുക്കുക, ഉപ്പിടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പാരമ്പര്യം അപ്പൊ അവിടുത്തെ കുടുംബത്തിന് ഒരാൾ വേണമെന്നുള്ള മുടങ്ങാതെ നടന്നു. എത്ര വയസ്സ് സ്കൂളിൽ ചേർന്നിട്ട് എത്രയായപ്പോഴേക്കും തായമ്പകയിടത്തിലേക്ക് കയറി? ഇല്ല, ഞാൻ പിന്നെ ശരിക്കും പറഞ്ഞാൽ ഏട്ടനെ പഠിപ്പിക്കുന്ന സമയത്ത് കുറെ കേട്ട് പഠിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ കലാമണ്ഡലത്ത് ചെന്നിട്ടാണ് അതിന്റെ ശരിയായിട്ടുള്ള ഒരു കലാമണ്ഡലത്ത് ചെന്നിട്ടാണ് കലാമണ്ഡലത്തിൽ നിന്നാണ് അരങ്ങേറ്റം ഉണ്ടായത്. തായമ്പ അരങ്ങേറ്റവും ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഏട്ടന്റെയും അല്ല, ഏട്ടന്റെ അരങ്ങേറ്റം തായമ്പ അരങ്ങേറ്റം ചെറുപ്പശ്ശേരി 2ാം ക്ലാസ് പഠിക്കുമ്പോൾ കഴിഞ്ഞു.
അത് കഴിഞ്ഞ് ഞങ്ങൾ പറഞ്ഞു ഒരു 5 വയസ്സ് വ്യത്യാസമുണ്ട് അപ്പൊ ശേഷം ഏട്ടനെ ഇവിടെ നിന്ന് വെച്ച് പഠിപ്പിച്ചിട്ട് അച്ഛൻ. കേട്ടിന് അച്ഛൻ അതെ. അപ്പൊ അന്ന് താളം പിടിച്ചു കൊടുക്കലും കേട്ട് പഠിക്കലും കേട്ട് ഞാൻ കൂടെ ഇരുന്നിട്ടുള്ള ഒരു അപ്പൊ അതിന്റേതായ ഒരു ഔട്ട്ലൈൻ എന്റെ ഉള്ളിലുണ്ട്. മനസ്സിലുണ്ട്. പക്ഷെ എന്നെ കൊണ്ട് അങ്ങനെ പിന്നെ ഇതാക്കിയിരുന്നില്ല പൊട്ടിച്ച്. എന്നാൽ കുറേശ്ശെ ദീപാരാധന പഠിക്കണം. അപ്പൊ അതിന് വേണ്ട എണ്ണങ്ങളൊക്കെ പറഞ്ഞു തന്നു. തായമ്പകയുടെ അതേ ഇതാണ് ആദ്യത്തെ എണ്ണങ്ങളൊക്കെ തന്നെയാണ് തായമ്പകയത്തെ ദീപാരാധനയ്ക്ക് വരുന്നത്. അപ്പൊ എത്രാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് കലാമണ്ഡലത്തിൽ പോയത്? 10ാം ക്ലാസ് കഴിഞ്ഞിട്ട്. 10ാം ക്ലാസ് SSLC പാസ്സായതിനു ശേഷം കലാമണ്ഡലത്തിൽ പോയി. അപ്പൊ ഏട്ടൻ ഏകദേശം താഴെ കുട്ടി തുടങ്ങി. ഏട്ടൻ കൂട്ടി തുടങ്ങിയാണ്. ഞാൻ ശങ്കരകൃഷ്ണൻ അതിലേക്ക് എങ്ങനെ പ്രവേശിച്ച്? അതെ. അപ്പൊ വളരെ അച്ഛന്റെ അടുത്ത് തന്നെയാണ് ആദ്യം പഠിച്ചിട്ടുള്ളത്. അച്ഛന്റെ അടുത്തുനിന്ന് തായമ്പകയുടെ ദീപാരാധനയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് അതിലേക്ക് പ്രവേശിച്ചു. പിന്നെ കലാമണ്ഡലത്തിൽ ചെന്ന് ചേർന്നു. 83, 87, 84, 87. അപ്പൊ 4 വർഷം. അപ്പൊ അടുത്തൊരു ഘട്ടം കലാമണ്ഡലാണ്. പിന്നെ കലാമണ്ഡലം. അപ്പൊ അച്ഛൻ എന്റെ മകനെ പഠിപ്പിക്കാൻ അവിടെ എല്ലാ ആഴ്ചയും വരുമ്പോ ധാരാളം അനുഭവങ്ങളും ജീവിത സംഭവങ്ങളും ഇങ്ങനെ പറയാറുണ്ട്. അത് ഞാൻ ഒരു മേള 70ാം വയസ്സിലെ മേള പഠനം എന്നൊരു ചെറിയ ഒരു കൈപ്പുസ്തകം മോണോഗ്രാഫിലാണ്. അതിൽ അങ്ങയുടെ കാര്യങ്ങളുണ്ട്, അച്ഛൻ്റെ കാര്യങ്ങളുണ്ട്. അത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഇതിലുണ്ട്. അത് അപ്പൊ അദ്ദേഹം അന്ന് പറഞ്ഞിട്ടുണ്ട് എന്നോട്, തൃത്താല സഹോദരന്മാർ എന്ന രീതിയിൽ എൻ്റെ കാലത്തിന് ശേഷം തായമ്പകയിലെ ഒരു വലിയ പാരമ്പര്യം, എൻ്റെ പാരമ്പര്യം തുടരണം എന്നാണ് എൻ്റെ മോഹം. അത് നടക്കും. വലിയ കോൺഫിഡൻസ് ഉള്ളതാണ്. ഇതിലെ അദ്ദേഹത്തിന്റെ ചിത്രം ഉണ്ട്. അത് ആരോ ഒരാൾ കണ്ടിട്ട് പറഞ്ഞു, ആ ചിത്രം കണ്ടാൽ തന്നെ എന്താണ് ആത്മവിശ്വാസം എന്ന് കാണുന്നത്. കൊട്ടുമായി ബന്ധപ്പെട്ട ഒരാൾ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പക്ഷേ ആ കാലത്ത് മക്കളെ കലാമണ്ഡലത്തിൽ പഠിപ്പിച്ചാലേ ഒരു പുതിയ ഒരു തല അവർക്ക് കിട്ടുള്ളൂ എന്നെനിക്ക് ബോധ്യമായി. അതുകൊണ്ട് ഞാൻ രണ്ടാളെയും കലാമണ്ഡലത്തിൽ കൊണ്ടാക്കി കലാമണ്ഡലത്തിലെ കോഴ്സ് പഠിപ്പിച്ചു. അത് അവർക്ക് വളരെ പ്രയോജനമായി എന്നാണ് എൻ്റെ അനുഭവം എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ കലാമണ്ഡലത്തിലെത്തി അവിടുത്തെ പഠനം, അവിടുത്തെ ഗുരുനാഥന്മാരെ, അവിടുത്തെ സാഹചര്യം, അവിടുത്തെ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് എല്ലാവർക്കും അറിയാൻ വേണ്ടിയൊന്ന് പറഞ്ഞാൽ സന്തോഷം. ഞാൻ 10ാം ക്ലാസ് പാസ്സായതിനു ശേഷം പിന്നത്തെ വർഷം നേരെ കലാമണ്ഡലത്തിലെ ജൂൺ ഏട്ടൻ 10ന് ശേഷം അല്ല, ഏട്ടൻ പിന്നെ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ടിരുന്നു. പ്രീ ഡിഗ്രി പാസ്സായതിനു ശേഷമാണ് ഏട്ടൻ വെച്ചത്. പ്രീ ഡിഗ്രി കഴിഞ്ഞ് പിന്നെ 2 വർഷം, കാരണം ഞങ്ങൾ തമ്മിൽ ഏജിൽ 5 വയസ്സ് വ്യത്യാസം കിട്ടും. അപ്പൊ ആ 5 വയസ്സ് വ്യത്യാസം ഉള്ളതുകൊണ്ട് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കലാമണ്ഡലത്തില്, ഞാൻ സ്റ്റേറ്റ്മെന്റ് വിദ്യാർത്ഥിയായിട്ടും ഏട്ടൻ ഏജ് കൂടുതലാകുന്നതുകൊണ്ട് ഫീസ് കൊടുത്ത് പഠിക്കണം എന്നുള്ളതാണ് അന്നത്തെ. അന്ന് ഓപ്പമണ്ണ മഹാകവി ഓപ്പമണ്ണ അദ്ദേഹമാണ് അവിടുത്തെ ചെയർമാൻ. അപ്പൊ അദ്ദേഹത്തിനെ കണ്ട് അച്ഛൻ പറഞ്ഞപ്പോൾ ഒരാളെ സ്റ്റേറ്റ്മെന്റായിട്ട് കൊടുത്തു, മറ്റേ രണ്ടാമത്തെ ഏട്ടൻ എങ്ങനെയാണ് എന്നുള്ളതുകൊണ്ട് ഫീസ് കൊടുത്ത് പഠിക്കാൻ. അപ്പൊ അന്ന് അവിടെ ഒരു തമാശ അദ്ദേഹം പറയുണ്ടായി, അല്ലെങ്കിൽ അച്ഛനും കൂടിയിട്ട്. അത് ഓർമ്മ വരികയാണ്. അപ്പൊ ഫീസ് കൊടുത്ത് പഠിക്കുക അടിയന്തരക്കാരനൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് പിന്നെ സ്റ്റേറ്റ്മെന്റാക്കി കിട്ടിയ തിരക്കില്ലാന്ന് അച്ഛനൊരു അപേക്ഷ കൊടുത്തപ്പോ അച്ഛനോട് മഹാകവി ചോദിച്ചത്, പിന്നെ കുഞ്ഞീഷ്ണൊരു 10 ആള് എപ്പോ വേണച്ചാൽ എന്ത് ചെയ്യാൻ റെഡിയായിട്ടുള്ള 10 ആള് കയ്യിലില്ല, പിന്നെ എന്തിനാ ബുദ്ധിമുട്ടുന്നതെന്നുള്ളതാണ് ചോദ്യം. എടുത്ത വഴിക്ക് അച്ഛൻ പറഞ്ഞു, അതിൽ ആദ്യത്തെ ആൾ ഇവിടെ തന്നെയാണെന്ന്. വളരെ കൃത്യമായിട്ട് അതെ അച്ഛന് പൂമള്ളി, വരിക്കാശ്ശേരി, പിന്നെ ഉളപ്പമണ്ണ എല്ലാം സ്വാധീനത്തിലായിരുന്നു. അതാണ് അദ്ദേഹം പറഞ്ഞത്. എവിടെ വേണമെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ നടക്കും എന്നുള്ളൊരു വിശ്വാസം അദ്ദേഹത്തിനുണ്ട്. അതിലൊന്നും ഇവിടുത്തെയാണ് ആദ്യം അദ്ദേഹത്തിനോടാണ് പറയുന്നത്. അല്ല, അത് ഞാൻ പിന്നെ ഒരു ഓർമ്മ. എന്തായാലും അവിടെ ചേർന്നു. ആദ്യത്തെ വർഷം ആദ്യം ഞങ്ങൾ പുറപ്പാട്, മേളപ്പദം അതൊക്കെ പിന്നെ സാധനം ചെയ്യിപ്പിക്കും. പിന്നെ കുറച്ച് ഇവിടുന്ന് ഇങ്ങനെ പഠിച്ചു പോയതുകൊണ്ട് അതിൻ്റെ ഒരു. അപ്പൊ അന്നത്തെ ഗുരുനാഥന്മാര് അച്ഛനി പോകാൻ ഞങ്ങൾ 2 പേരും 2 കളരിയിലാണ് പഠിച്ചിട്ടുള്ളത്. ഏട്ടനെ കൃഷ്ണൻകുട്ടി പുതോളാശാൻ മുതൽ എല്ലാവരും ഏട്ടാന്ന് വിളിക്കുക. ആശാന്മാരൊക്കെ ഏട്ടാന്ന് വിളിക്കും. ഏട്ടനെ ദാസാന്നല്ല വിളിക്കുക, ഏട്ടാന്ന് വിളിക്കും. അനിയനും കൂടി ചെല്ലുകൊണ്ടുള്ളതാണ്. അപ്പൊ കൃഷ്ണൻകുട്ടി പുതോളാശാൻ അതെ ഏട്ടാ ഇവിടെ വരുമോ ഏട്ടനോട്. അച്ഛനി പുതോളാശാനും അതെ. ഇടയ്ക്ക് ദാസാണ്. അച്ഛനി പുതോളാശാൻ മാത്രം ഇടയ്ക്ക് ദാസ. കാരണം ഞങ്ങളൊരു കുടുംബമാണ്. അമ്മയുടെ പിന്നെ വഴിക്ക് ഞങ്ങൾക്കൊരു ബന്ധമുണ്ട്, ബലബന്ധമുണ്ട്.
അച്യുൻ കുമാശാന്റെ പിന്നെ ഒപ്പം സർവീസിന് പോകും വൈഫ്. അപ്പോൾ ആ ഒരു ഇതുണ്ടാവുകൊണ്ട് പിന്നെ അറിയാം, പേരുമൊക്കെ നടത്ത കുട്ടിയുടെ പേരുകൾ അറിയുന്നുണ്ട്. താഴേക്ക് ദാസാന്ന് വിളിക്കും, ബാക്കി എല്ലാവരും അതെ ഏട്ടനെ ഏട്ടൻ തന്നെ വിളിക്കും. അന്ന് അച്യുനിക്കോളാശാനും കൃഷ്ണനിക്കോളാശാനും കൂടി ആലോചിച്ചൊരു തീരുമാനം എടുത്തു. ഏട്ടൻ ഏട്ടന്റെ കളരിയിലും അനിയൻ അനിയന്റെ കളരിയിലും എടുക്കും. അങ്ങനെ ഞാൻ അച്യുനിക്കോളാശാന്റെ അടുത്തും ഏട്ടൻ കൃഷ്ണനിക്കോളാശാന്റെ അടുത്തും. എന്നാൽ ചില ദിവസങ്ങളിൽ അവിടെ ആശാൻ വിചാരിച്ച അവരൊക്കെ കൂടി ഇങ്ങോട്ട് വരും. ഇവിടെ ആശാന്മാർ വിചാരിച്ച ഞങ്ങളെല്ലാവരും കൂടി താഴത്തേക്ക് പോകാം. എന്താ വെച്ചാൽ ഇതിന്റെ ഒരു പക്ഷഭേദമൊന്നുമില്ല. പക്ഷെ അവര് തമ്മിലെടുത്തൊരു തീരുമാനം. അങ്ങനെയാണ് പാസ്സായി. ഞങ്ങളങ്ങനെ പഠിക്കാൻ തുടങ്ങി. 4 വർഷത്തെ കോഴ്സ്. അവിടുത്തെ ആദ്യത്തെ പിന്നെ വർഷം പുറപ്പാട് മേളപ്പതും കഴിഞ്ഞതാണ് അവിടുത്തെ അരങ്ങേറ്റം. അത് പിറ്റത്തെ വിദ്യാരംഭത്തിന്റെ ദിവസം അല്ലെങ്കിൽ കന്നി 2 പട്ടികാതുണി ആശാന്റെ ഒരു പിന്നെ വാർഷികം ജന്മവാർഷികം അത് ആ ദിവസമാണ് കന്നി 2-നാണ്. ഏട്ടന്റെ അരങ്ങേറ്റം കന്നി 2-നാണ്. അത് കഴിഞ്ഞിട്ടുള്ള ആദ്യം കന്നി 2 അത് കഴിഞ്ഞിട്ട് വരുന്ന നവരാത്രി അത് ആ സമയത്ത് എന്റെ അരങ്ങേറ്റം അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ കന്നി 2-ന് ഏട്ടന്റെ അരങ്ങേറ്റത്തിന് അവര് ചെറിയൊരു ഓർമ്മ വരുന്നത് തൃത്താല കേശവട്ടമുള്ള കാലാണ്. അദ്ദേഹത്തിനെ ക്ഷണിച്ചിരുന്നു, അല്ലെങ്കിൽ വരണം നമസ്കരിക്കുക, ദക്ഷിണ കൊടുത്ത് നമസ്കരിച്ച്. അപ്പൊ ഇവിടുന്ന് അദ്ദേഹത്തിനാന്ന് വെച്ചാൽ എവിടെ വെച്ചാൽ കിട്ടുക നിശ്ചയില്ല. കാരണം ഒരു ഏകദേശം നമ്മൾ ചന്ദ്രനെ പോലെ എന്ന് പറയാം, എപ്പോഴും പെട്ടെന്ന് പിടുത്തം കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ വന്നപ്പോ പിന്നെ അഭിവാദ്യം ചെയ്യാൻ വേണ്ടി ചെന്നപ്പോ പറഞ്ഞു ഞാൻ അവിടെ വരാം എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോ അദ്ദേഹം പറഞ്ഞ പോലെ അവിടെ വന്നു. അന്ന് വന്നപ്പോ കൂടെ വരാനുള്ള സമയമാണ്. അത് അദ്ദേഹം കേശവൻ വന്നിരുന്ന ഒരു തായമ്പേരി കൂടെ. അപ്പൊ അദ്ദേഹത്തിന്റെ തായമ്പക ഉണ്ടായി, അതിഗംഭീരമായിട്ടുള്ള ഒരു തായമ്പക. അപ്പൊ ആ തായമ്പയ്ക്ക് ശേഷമാണ് അന്നത്തെ പിന്നെ കഥകളിയുടെ പുറപ്പാട് മേളപ്പതും ഏട്ടന്റെ അരങ്ങേറ്റം ഉണ്ടായത്. അത് കഴിഞ്ഞിട്ടുള്ള പിന്നത്തെ ആ വരുന്ന കന്നിമാസം ആദ്യം 2-ാം തീയതി ആകും. പിന്നെ വരുന്ന വിദ്യാരംഭ ദിവസം എൻ്റെ അരങ്ങേറ്റം. അന്ന് എൻ്റെ അരങ്ങേറ്റത്തിന് മദ്ദളം ഉണ്ടായത് തൃപ്പൂണിത്തുറ കേശവേട്ടൻ എന്ന് പറയും, കേശവപൂർ. അദ്ദേഹത്തിന്റെ മകൻ ശശി എന്ന് പറയുന്ന ഒരു പിന്നെ ശശി വിളിച്ചിരുന്നു. ഞങ്ങൾ 2 ഒരുമിച്ചാണ് അയാളുടെ മദ്ദളം അരങ്ങേറ്റം. എൻ്റെ പിന്നെ കൂടുതൽ വിശദമായി പറയാൻ എനിക്ക് ഇപ്പോൾ അച്യുനിപ്പൂർവാശാന്റെ അടുത്ത് ആ കളരിയിൽ പഠിച്ചു എന്ന് പറഞ്ഞാലും അവിടെ പഠിപ്പിച്ച ആശാന്മാര് കൂടുതൽ ആശാന്മാർ വേറെയുണ്ട് പറയാനുള്ളത്. ആ സമയത്ത് നമുക്ക് അവരെയൊക്കെ ഒന്ന് സ്മരിച്ചിട്ട് അരങ്ങേറ്റത്തിലേക്ക് എത്താൻ പറ്റും. അപ്പൊ ആദ്യം കൃഷ്ണകുടിപ്പൂർവാശാൻ, അച്യുനിപ്പൂർവാശാൻ, ചന്ദ്രമണ്ണാടേശാൻ, വാരണാസി മാധവൻ തിരുമേനിയാശാൻ. അദ്ദേഹം പിന്നെ 1 ക്ലാസ് എടുക്കലും കാര്യങ്ങളൊക്കെ അത്യാവശ്യമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ കലാമണ്ഡലം ഉണ്ണികൃഷ്ണാശാൻ, കലാമണ്ഡലം ബലറാമാശാൻ, പിന്നെ കലാമണ്ഡലം വിജയകൃഷ്ണാശാൻ, പിന്നെ വാരണാസി ആശാന്റെ മകൻ മൂസാശാൻ. അങ്ങനെ ഇത്രയും പേര് ഞാൻ പിന്നെ ആ സമയത്ത് അവര് അവിടെ എല്ലാവരും കൂടെ ഇവരെല്ലാവരും പഠിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ ക്ലാസ് എടുക്കുക ഉണ്ണീഷാശാനാണ്. ഉണ്ണീഷാശാന്റെ പഠനം കഴിഞ്ഞിട്ടാണ് ബലരാമേട്ടൻ എത്തിയിട്ടുള്ളത്. ആദ്യത്തെ കോഴ്സ് കഴിഞ്ഞ 1 വർഷത്തിന്റെ അരങ്ങേറ്റത്തിന്റെ സമയമൊക്കെ അവിടേക്ക് അവർ എത്തിയിട്ടുള്ള എനിക്ക് ഓർമ്മ. പഠിപ്പിച്ചിട്ടുള്ളത് ഈ കാര്യങ്ങളൊക്കെ അച്യുനിപ്പൂർവാശാന് ആശാന്റെ സ്വന്തം ഇഷ്ടങ്ങൾ കഴിഞ്ഞാൽ പിന്നത്തെ ഒരു വാക്കുണ്ടെങ്കിൽ കലാമണ്ഡലം ഉണ്ണീഷാശാൻ. എന്ത് വിഷയങ്ങൾ ഹൃദയം തുറന്ന് ആശാൻ ഉണ്ണീഷാശാനോട് പറഞ്ഞിരുന്നു, അത് അദ്ദേഹം നിർവഹിക്കുകയും ചെയ്തിരുന്നു. ആ ഒരു ഗുരു ശിഷ്യബന്ധമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതെന്ന് ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മൂത്ത മകനുണ്ട്, ഞാൻ പറയാൻ പാടില്ല. അല്ല, അദ്ദേഹത്തിനോട് പറയുന്നേക്കാൾ കാര്യങ്ങൾ ചിലപ്പോ അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അദ്ദേഹം രാവിലെ നേരത്തെ ബസ്സിന് പോകുന്നു കഴിഞ്ഞാൽ അധിക സമയം ഇവിടെ തന്നെയാണ്. അപ്പൊ അങ്ങനെ അത്രയും എല്ലാ കാര്യങ്ങളും ആശാന്റെ കാര്യങ്ങളൊക്കെ. പിന്നെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾ 2 പേര് അവിടെ ഉണ്ടായിരുന്നു. അച്യുതൻ എന്ന് പറഞ്ഞ കലാമണ്ഡലത്തിന് റിട്ടയർ ചെയ്തപ്പോൾ പാട്ടുകാരൻ അച്യുതൻ, അദ്ദേഹത്തിന്റെ മെൽമകനാണ്. ഞാനും ഞങ്ങൾ ഒരുമിച്ചൊരു റൂമിലാണ് താമസിച്ചിരുന്നത്. അപ്പൊ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ണീഷാശാൻ ഇല്ലാത്ത സമയത്ത് എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ വെച്ചാൽ ഞങ്ങൾ അത് പോയി നിറവേറ്റി കൊടുത്തിരുന്നു. ഏത് വിഷയങ്ങളും. പഠിച്ചു കഴിയുമ്പോൾ 2 പേരും അവിടുത്തെ പഠനം മതിയാക്കി. അതെ. അപ്പൊ ഈ അരങ്ങേറ്റത്തിന്റെ അത് പിന്നെ
അരങ്ങേറ്റത്തിൽ ഇപ്പൊ ഇവരെ നമുക്ക് സ്മരിക്കാതെ വയ്യ. അപ്പോ ഉണ്ണീഷാശാൻ എന്ന് പറഞ്ഞാൽ എന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള ഒരു എല്ലാവരും ഗുരുനാഥന്മാരാണ്. കുറച്ചും കൂടി എന്തോ വിഷയം അദ്ദേഹത്തിനോട് എനിക്കൊരു കടപ്പാടും ഇതും മനസ്സിന്റെ ഉള്ളിലുണ്ട്. ഞാൻ അങ്ങനെ അദ്ദേഹത്തിനോട് കാണിച്ചുകൊണ്ടിരിക്കുക ശരിയാണ് വേറെ, പക്ഷെ ഉള്ളിലുള്ള ആയിക്കോട്ടെ. അപ്പൊ അതെ, പിന്നെ 4 കൊല്ലം ഈ പഠനം തുടർന്നു. 4 കൊല്ലം ഈ 4 കൊല്ലം ഹോസ്റ്റലിലായിരുന്നില്ല? ഹോസ്റ്റലിൽ തന്നെ, ആദ്യം മുതൽ ഹോസ്റ്റലിൽ. അപ്പൊ അന്ന് വീട്ടിലേക്ക് എപ്പോഴാ ഞങ്ങൾക്ക് വെള്ളിയാഴ്ച ശനി ഞായറും അവധിയായിരുന്നു. അപ്പൊ ഞങ്ങൾ വെള്ളിയാഴ്ച വൈകുന്നേരത്തെ കഴിഞ്ഞാലും അല്ലെങ്കിൽ ശനിയാഴ്ച രാവിലെ പോരും. അന്ന് വൈകുന്നേരം സന്ധ്യ നാമജലിലൊക്കെ നിർബന്ധമായിട്ടുള്ള ആദ്യത്തെ 1 കൊല്ലം 2 കൊല്ലം നല്ല നിർബന്ധമാണ്. പിന്നൊക്കെ കുട്ടികൾ ഇങ്ങനെ കുറേശ്ശെ, പിന്നെ പുതിയ ഓരോ കൊല്ലക്കാർ പുതിയ ആൾക്കാർ വരുമല്ലോ. അപ്പോ പക്ഷെ നമുക്ക് ചെല്ലാനുള്ള നാം നമുക്ക് ഇരുന്നോട്ടിരുന്നില്ല. ഏത് റൂമിലായാലും അവിടെ ഈ ഉദ്ദേശം ഞങ്ങൾക്കൊക്കെ ആദ്യം മുതൽ അച്ഛൻ പഠിപ്പിച്ചെന്നുണ്ട് നാമിന്റെ. അപ്പൊ ഞങ്ങളത് അനുഷ്ഠിച്ചിരുന്നു. ചിലപ്പോ ലീഡ് ചെയ്യും, മുന്നിൽ നിർത്തി. ഈ നാമജപത്തിനും നമ്മൾ മുന്നിലുണ്ടാവും ചിലപ്പോ, അറിയാം. അങ്ങനെ കുറച്ചുണ്ടായിട്ടുണ്ട്. പിന്നെ കുറേശ്ശെ ഈ പിന്നെ ഭജന, അതിനോട് കൂടിയിട്ട് ഭജനകള്. അന്നൊരു പണിക്കർ മാഷ് അദ്ദേഹം ഉണ്ടായിരുന്നു സാഹിത്യത്തിന്റെ ക്ലാസ് എടുക്കാൻ, ഒരു എഴുതി മാഷ പണിക്കർ മാഷ. അത് ആ പണിക്കർ മാഷാണ് അന്നത്തെ ഇതൊക്കെ കോർഡിനേഷൻ ഉണ്ടായിരുന്നത്. അപ്പോ ഈ നല്ലൊരു ഈ 4 കൊല്ലം നന്നായിട്ട് പഠിച്ചു, നല്ല ഗുരുനാഥന്മാര് ഉണ്ടായി. എല്ലാവരും ഒന്നിനൊന്നും മെച്ചപ്പെട്ട വളരെ നല്ലൊരു അനുഭവമാണ്. ഇതില് ബലരാമാശാനെ പ്രത്യേകിച്ച് ഒന്നും കൂടി എടുത്തു പറയാണ്ട്, വിജയകൃഷ്ണാശാനെ എടുത്തു പറയാണ്ട്. എന്താ ബലരാമാശാനെ എടുത്തു പറയാനുള്ളത്, ഞാൻ ചെറുപ്പശ്ശേരി എൻ്റെ അമ്മയുടെ വീടാന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ അമ്മാവന്റെ ശിവരാമാമ്മയുടെ താഴെ കൃഷ്ണമാമയുണ്ട്. ആ അമ്മാവിന്റെ കൂടെയാണ് അനവധി പ്രോഗ്രാമുകൾ വന്നിട്ടുള്ള ആളാണ് ബലരാമാശാൻ. അപ്പൊ അദ്ദേഹത്തിന് ഞാൻ പ്രൊഫസർക്ക് നടക്കുന്ന കാലത്ത് തന്നെ ചെറുപ്പശ്ശേരി വെച്ചിട്ട് അത്രയും ബന്ധമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവരെല്ലാവരും അതെ ആശാൻ എന്നുള്ള മനസ്സിന്റെ ഉള്ളിലുണ്ടെങ്കിലും ബലരാമേട്ടൻ, അതുപോലെ കൃഷ്ണകുട്ടിപ്പാശാന്റെ മകൻ വിജയകൃഷ്ണൻ, അദ്ദേഹം അതെ. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് ക്രിക്കറ്റ് വരെ കളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലോ, എന്നാൽ ഗുരുനാഥനാണ്. അപ്പൊ അത്രയും ഒരു അടുപ്പം ബന്ധവും കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് ഒരു ആകാംക്ഷയുള്ളത്, അപ്പോൾ മറ്റേ ദാസപദപാടും ശങ്കരകൃഷ്ണന്റെ കഴിഞ്ഞിട്ട് തായമ്പകയിലാണ് ഏറ്റവും അധികം മുന്നോട്ട് പോയിട്ടുള്ളത്. കഥകളിക്കൊട്ട് അവിടെ പഠിച്ചു 4 കൊല്ലം നന്നായിട്ട്. അപ്പൊ ഈ തായമ്പക വഴി എന്ന് പറഞ്ഞാൽ അത് പ്രധാനമായിട്ടും മേള വഴി, കുറച്ച് സംഗീത വഴി, അങ്ങനെയാണ് അതിന്റെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ ഒരു ആസ്വാദകൻ എന്നുള്ള നിലയ്ക്ക് ഈ ഭാവം, രസം, സൗന്ദര്യം ഈ കൊട്ടിൽ അവതരിപ്പിക്കാനും അത് പ്രാവർത്തികമാക്കാനും കഴിയുന്നതാണല്ലോ കഥകളിക്കൊട്ട്. മൂത്തവന, അത് കഴിഞ്ഞാൽ കൃഷ്ണൻകുട്ടി പൊതുവാള്, ആ പരമ്പര നമ്മുടെ ബഹുമാന്യനായ ഉണ്ണികൃഷ്ണൻ, അവരുടെ ശിഷ്യന്മാരെല്ലാം വളരെ ഗംഭീരമായി ഇതിനൊരു എസ്തെറ്റിക് സൗന്ദര്യ കൊട്ടാണ്, കൊട്ടന്നെ. പക്ഷെ കൊട്ടന്റെ ഒപ്പം അതിനെ ഒരു സൗന്ദര്യ ശാസ്ത്ര അതിലേക്ക് ഇഴുകിച്ചേർന്ന് അതിനെങ്ങനെ വളർത്തി കൊണ്ടുവന്നിട്ട് ഉള്ള ഒരു നല്ലൊരു ഇതിലാപ്പം നമ്മള് കഥകളിക്കൊട്ട. അപ്പോ ഇപ്പൊ താമകയെ സംബന്ധിച്ച് പാലക്കാട് ശൈലി, തൃത്താല ശൈലി, ഒന്ന് സംഗീത വഴി, ഒന്ന് താളം, എന്നൊക്കെ പറയും. ഈ കഥകളിക്കൊട്ടിന്റെ സൗന്ദര്യ തലം ശങ്കരകൃഷ്ണൻ ഈ തായമ്പകയിലേക്ക് ഏതെങ്കിലും എങ്ങനെയെങ്കിലും മനസ്സിൽ അറിഞ്ഞും അറിയാതെ, ചിലപ്പോ നമ്മൾ കൊട്ട് കഴിഞ്ഞാലോ കൊട്ടിന് മുമ്പ് ഇങ്ങനെ കലാകാരന്മാരെങ്ങനെയാണല്ലോ അതിങ്ങനെ മനസ്സിലിങ്ങനെ ആവഹിക്കുമല്ലോ. അങ്ങനെ എന്തെങ്കിലും അനുഭവം എങ്ങനെയൊക്കെ എന്താണുള്ളത്? അതെ, എന്തെങ്കിലും ഒന്ന്. നല്ലൊരു ചോദ്യമാണ്. ഞാൻ തീർച്ചയായും അതിന് നല്ലൊരു എൻ്റെ ഉള്ളിലുള്ളൊരു മറുപടി ഞാൻ പങ്കുവയ്ക്കാം. കലാമണ്ഡലത്തിൽ പഠിച്ചതിൽ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വൃത്തിയായിട്ട് സാധകം ചെയ്യാൻ തരായി എന്നുള്ളതാണ് ഞാൻ പറയാം. കാരണം നമുക്ക് വീട്ടിലാണെങ്കിൽ എന്നാവാം നാളെയാവാം മടി പിടിച്ച് ചിലപ്പോൾ നമ്മൾ വീട്ടില് കൂടെ ഉള്ളത് ഏട്ടനാണ്. അപ്പോൾ രണ്ടാളും കൂടി അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ മതി, ഇന്നാവാം നാളെയാവാം എന്നുള്ളത്. അപ്പൊ പിന്നെ അത് ചിലപ്പോൾ നടക്കാം, കൂടുതൽ നടക്കാം, അതത് ഉറപ്പ് പറയാൻ പറ്റും. പക്ഷെ ചിട്ടപ്രകാരം 4 മണി എന്നുണ്ടെങ്കിൽ അവിടെ രാവിലെ കലാമണ്ഡലം ഉണ്ണീഷാശാൻ എത്തിയിട്ടുണ്ടാവും. അത് യാതൊരു സംശയമില്ല. ഞങ്ങൾ 3:50 ചെന്ന് വളക്ക് വയ്ക്കും, അല്ലെങ്കിൽ ലേറ്റ് ഇടും. പിന്നെ
അന്ന് ആ കാലത്ത് ചില ബിരുദന്മാരായിട്ടുള്ള ചില കുട്ടികളല്ലേ ലൈറ്റും ഉണ്ടല്ലോ ലൈറ്റും ഉണ്ടല്ലോ. ഈ കറണ്ട് പോകാൻ വേണ്ടി ചില കർഷകർ ഒപ്പിക്കും. അപ്പൊ അങ്ങനെ പോയ കറണ്ട് സാധകം ഇല്ലാന്ന് പല സ്ഥലത്തും ഉണ്ട്. പക്ഷെ ചെണ്ടക്കളരിയിൽ അങ്ങനെ ഒരു വിഷയമില്ല. കറണ്ട് പോവില്ല. കറണ്ട് അഥവാ പോയി കഴിഞ്ഞാൽ അവിടെ മാടമ്പുകൾക്ക് എത്തിച്ച് വെച്ചിട്ട് അവിടെ സാധകം നടത്തും. അപ്പൊ അതിന് ഈ പഠിക്കാൻ വരുന്ന കുട്ടികളെക്കാൾ കൂടുതൽ ഉത്തരവാദിത്വത്തോട് കൂടിയിട്ട് അത് പറയാതെ വയ്യ. അപ്പൊ എനിക്ക് എന്തെങ്കിലും രണ്ടക്ഷരം കയ്യിന്റെ മുകളിൽ വരുന്നുണ്ടെങ്കിൽ അതിന് പ്രധാന പങ്ക് വഹിച്ച സാധകം എന്നുള്ളത്. അപ്പൊ അതിന് ഉണ്ണീഷാശാൻ, ബലരാമാശാൻ, വിജയകൃഷ്ണാശാൻ, അതുപോലെ തന്നെ മൂസാശാൻ, അങ്ങനെ ജൂനിയേഴ്സ് ആശാൻ അന്നത്തെ ഇന്നൊക്കെ അവരെല്ലാവരും. അപ്പൊ അന്ന് ഈ ചുനിപ്പുളാശാൻ വരെ പോയി വരും ചിലപ്പോൾ വീട്ടിൽ രാവിലേക്ക് വരുമ്പോൾ ഈ സാധകം ചെയ്യിപ്പിക്കല് അതിന് യാതൊരു വക എക്സ്ക്യൂസും ഇല്ല. കയ്യ് ഇങ്ങനെ വരണം എന്നുള്ളതിന് ഇവിടെ കയ്യ് താഴുണ്ടെങ്കിൽ അവിടെ ഒരു കയ്യില് രണ്ട് മുട്ടിയിട്ടാവും. അവിടെ കയ്യിന്റെ മുകളിൽ വെക്കും. അത് ഇവിടെ ഇട്ട് വെച്ചാൽ പിന്നെ കൈ താഴില്ലല്ലോ. അല്ല അങ്ങനെ സ്പർശിച്ചിട്ട് അതായത് എന്താ വെച്ചാൽ അയാൾ നേരെയാവണം എന്നുള്ള വിശ്വാസം നന്നാവണം. ഏതൊരു കുട്ടി അങ്ങനെ ഒരു ഭക്ഷണമൊന്നുമില്ല, എല്ലാ കുട്ടികൾക്കും അത് ഒരുപോലെ. അപ്പൊ അങ്ങനെ ഒരു നിഷ്കർഷമായിട്ടുള്ളൊരു സാധനം ചെയ്യാൻ തരായി. അതാണ് എനിക്ക് ആദ്യം പറയാം. കാരണം നമുക്ക് എന്തെങ്കിലും പ്രവർത്തിക്കണമെങ്കിൽ കൈ വരിക എന്നുള്ളത് ഇപ്പൊ കൈ വരേണ്ട പറയണതല്ല. എന്നാലും അത് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാന ഘടകം അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു കൂട്ടായ്മയുടെ ഇവരെ 4 പേര് അവരെ സ്മരിക്കാൻ ആ സമയത്ത് പ്രത്യേകം വിനിയോഗിക്കുകയാണ്. അങ്ങനെ സാധനം ചെയ്യാൻ പറ്റും. പിന്നെ ഈ തായമ്പക എനിക്ക് തിരിഞ്ഞത് എങ്ങനെയാണെങ്കിൽ കലാമണ്ഡലത്തിൽ കോഴ്സ് കഴിഞ്ഞിട്ട് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ പറഞ്ഞു. അപ്പോൾ അവിടെയും ഏട്ടനും അനിയനും എന്നുള്ള 2 അപേക്ഷകരാണ് ഒരു വീട്ടിൽ നിന്ന്. പിന്നെ കലാമണ്ഡലം ബാലസുന്ദരുണ്ട്. അതുപോലെ ഞങ്ങളൊക്കെ ഒരു ബാച്ചാണ് കൂടെ പിടിച്ചിട്ടുള്ള. ബാലസുന്ദരൻ, ഒരു ഹേമേന്ദ്രൻ നായർ എന്ന് പറഞ്ഞ തെക്കനാട്ടിലുള്ള ആൾക്കാർ 4 പേരാണ് ആ ബാച്ചിലുണ്ടായിരുന്നത്. അപ്പോൾ സ്കോളർഷിപ്പിന് അപേക്ഷിച്ചു കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ അച്യുനി കോളാശാൻ എന്നെ വിളിച്ച് പറഞ്ഞു, 2 ആൾ കൂടി കഥകളിക്ക് കൊടുക്കണ്ട. ഒരു വീട്ടിൽ നിന്ന് 2 ആൾ കൂടി കഥകളിക്ക് കഥകളി എന്നുള്ള വിഷയം പറയണ്ട. അപ്പോൾ അനിയൻ എൻ്റെ അടുത്ത് ക്ഷേത്രകലകൾ സ്കോളർഷിപ്പ് പഠിക്കാൻ ക്ഷേത്രകലകൾക്ക്. അപ്പൊ എൻ്റെ ഗുരുനാഥൻ അന്ന് തന്നെ അദ്ദേഹമായിട്ട് തന്നെ ക്ഷേത്രകലയിലേക്ക് തിരിയണം എന്നുള്ള മനസ്സിൽ കണ്ടിട്ടുണ്ട് എന്ന് എനിക്ക് പിന്നീട് തോന്നുന്നു ഒരു സന്ദർഭത്തിൽ. ആ സന്ദർഭം ഞാൻ വിശദീകരിക്കാം. അതിനുശേഷം പിന്നെ അങ്ങനെയാണ് ഞാൻ തിരിയണത്. ആ വർഷത്തെ സ്കോളർഷിപ്പിന്റെ ഫലം പ്രഖ്യാപിച്ചപ്പോൾ സ്വതവേ 4 സ്കോളർഷിപ്പ് വേഷക്കാർക്കും, 1 എണ്ണം ചെണ്ട, 1 എണ്ണം മദ്ദളത്തിന്, 1 ചുട്ടിക്ക്, 1 പാട്ടിന്, അങ്ങനെ 4 എണ്ണം, അങ്ങനെ മൊത്തം 8 എണ്ണം. അന്ന് 8 വേഷക്കാർ അപേക്ഷിച്ചിരുന്നു. പരിപാടിയൊക്കെ കഴിഞ്ഞ് സ്കോളർഷിപ്പിന്റെ റിസൾട്ട് വന്ന് നോക്കുമ്പോൾ ബാലസുന്ദരൻ ഫോൺ ചെയ്തു. അന്ന് അടുത്ത വീട്ടിലെ ഫോൺ ഉള്ളൂ. അവർക്ക് ഏട്ടനെ ചെയ്യുന്നുണ്ടല്ലോ, ഒരാൾക്ക് കിട്ടിയിട്ടാവും വിശ്വസിക്കുന്നു. അയാൾക്ക് കിട്ടിയിട്ടില്ല, ബാലസുന്ദരന് കിട്ടിയിട്ടില്ല. അപ്പൊ ഏട്ടനും അനിയനും ആർക്കും ഒരാൾക്ക് കിട്ടിയിട്ടാവും വിചാരിക്കുന്നു പറഞ്ഞിട്ട് വിളിച്ചപ്പോ ഞങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഏട്ടന് ഞാൻ കിണറ്റിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിട്ട് മണ്ണ് കോരി കൊടുക്കുന്നു. ഏട്ടനത് വലിച്ചു കയറ്റുന്നു. അങ്ങനെ സമയത്താണ് ഫോൺ വന്നു പറയുന്നത്. അപ്പൊ 2 ആൾക്ക് പോയി അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അമ്മ പോയി അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഒന്ന് ബാലസുന്ദരം വിളിച്ചിരുന്നു. തിരിച്ച് ഞങ്ങൾ വിളിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വിഷയങ്ങൾ. അപ്പോൾ അത് ഫലം പ്രഖ്യാപിച്ചിറങ്ങണം. അപ്പോൾ നിങ്ങൾക്ക് 2 ആൾക്കും കിട്ടിയിട്ടില്ല. പിന്നെ ആർക്കും കിട്ടിയ ഹേമേന്ദ്രനെ വിളിച്ചു, അയാൾക്കും കിട്ടിയില്ല, ആർക്കും ഇല്ല. അപ്പോൾ നമ്മൾ അന്വേഷിക്കാനുള്ളൂ. പിന്നെ പോയി ഞങ്ങൾ 2 പേരുള്ളൂ. അപ്പോൾ ഞാൻ കൂടിയിട്ട് സെക്രട്ടറിയെ ഒന്ന് പോയി കണ്ട് ചോദിക്കാം. അപ്പോൾ സെക്രട്ടറി ഒരു പരിചയമുള്ള അദ്ദേഹം തമ്പുരാൻ പുന്നത്തൂര് തമ്പുരാനായിരുന്നു. പരിചയമുള്ളതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ അറിയിക്കാട്ടോന്നും പറയുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ അറിയിപ്പൊന്നും കണ്ടില്ല, ഒന്നും ഉണ്ടായില്ല. അപ്പൊ അവിടെ ചെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇപ്രാവശ്യം പോയി 8 വേഷക്കാരെ അപേക്ഷിച്ചിരുന്നു. 8 വേഷക്കാർക്കാണ് കൊടുത്തു. ഈ 4 എണ്ണം കൂടി അങ്ങോട്ട് കൊടുത്തിറക്കണു. അപ്പോ സത്യത്തിൽ അതൊരു കഥകളിക്ക് വേഷം മാത്രം പോയുള്ളൂ. കാരണം എനിക്ക് ജീവൻ പകരണമെങ്കിലുള്ളതാണല്ലോ ചെണ്ടിയും മന്ത്രവും അതുപോലെ പാട്ടും ചുട്ടി. കാരണം അതിന്റെ വേഷം പകർച്ച കാണണമെങ്കിൽ ചുട്ടിക്കാരൻ എന്തെങ്കിലും ഒന്ന് ഇത് ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ വേഷം മാത്രം പോരാന്നുള്ളത് ഞാൻ ഈ 4 കൊല്ലം പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതെനിക്ക് വളരെ ഹൃദയത്തിൽ തട്ടി ഒരു വിഷയം. പക്ഷെ എന്റെ ഹൃദയത്തിൽ അപ്പൊ തന്നെ വേറെ ഒന്നും വരികയാണ്. അല്ല ഞാൻ അതിനെന്തിനാ നമ്മൾ മനസ്സിൽ വിഷമം വിചാരിക്കുന്നത്?
എൻ്റെ ഗുരുനാഥനെ എന്നെ ക്ഷേത്രങ്ങളിലൊക്കെ പഠിക്കാനായി തിരിച്ചു വിട്ടിട്ടുള്ളത്. ഇന്ന് വേണ്ട പുറത്തു കൂടെ എനിക്കൊരു ഓളം വന്നു, അല്ലെങ്കിൽ ഒരു അറിയിപ്പ് വന്നു മനസ്സിൽ. അന്ന് മുതൽ ക്ഷേത്രകലയിലേക്ക് തിരിയാൻ തീരുമാനിച്ചു. അപ്പൊ അങ്ങനെ അതിന്റെ പിന്നിലൊരു ചരിത്രം അച്ഛൻ്റെ പുതുവാശൻ എന്നെ തിരിച്ചു വിട്ടിട്ടുണ്ട്, വഴി തിരിച്ചു വിട്ടിട്ടുണ്ട്. കലാമണ്ഡലത്തിൽ ക്ഷേത്രകലയിലേക്ക് പോകണം എന്നുള്ളത് അതായത് അപേക്ഷിച്ച സ്കോളർഷിപ്പ് അതിനാണല്ലോ. അപ്പോ അദ്ദേഹം അത് ആദ്യം കണ്ടിട്ടുണ്ട്. അപ്പൊ നീ അതിലേക്ക് ഇൻവോൾവ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് തിരിയാൻ. അതൊരു നമ്മുടെ മിക്കവാറും ആളുകളുടെ ജീവിതത്തിൽ ഇങ്ങനെ ചില തിരിവുകളുണ്ടാവും. ആ തിരിവുകള് പിന്നീട് ചിലപ്പോ ആ സമയത്ത് നമുക്ക് ചിലപ്പോ ചെറിയ വിഷമങ്ങളൊക്കെ തോന്നിച്ചാലും പിന്നെ തിരിഞ്ഞു നോക്കുമ്പോ അതായിരിക്കും ചിലപ്പോ എന്നെ ഇങ്ങോട്ടല്ലേ തിരിച്ചത് എനിക്ക് സ്വയം തോന്നുകയാണ്. പിന്നെ ഞാൻ എന്തിനു വിഷമിക്കണം തോന്നി എനിക്ക്. അത് ഒരു തരത്തിൽ വളരെ ബാലസുന്ദരൻ ഞാൻ കലാമണ്ഡലത്തില് ഉണ്ടായിപ്പോ അക്കാഡമി ബാലസുന്ദരൻ അവിടെ HOD ഉണ്ണികൃഷ്ണൻ ജസ്റ്റ് പോകുന്ന സമയം അദ്ദേഹം പറഞ്ഞിട്ട് നിങ്ങൾ രണ്ടാളെ കുറിച്ച് രണ്ടാളെ കുറിച്ച് ഒപ്പമാണല്ലോ വളരെ. അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നോട് അവര് ഏതോ സാഹചര്യത്തിൽ ഡൽഹി പോന്നു, പക്ഷെ ഇതൊക്കെ വളരെ ഗംഭീരമായിട്ട് ചെയ്തിരുന്ന ആളായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊരു കണക്കിൽ രണ്ട് തരത്തിലും ഇപ്പോ ക്ഷേത്ര അടിയന്തരങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു വിഭാഗമുണ്ടല്ലോ, അത് വാസ്തവത്തില് വളരെ വളരെ പഠനം അർഹിക്കുന്ന കാര്യമാണ്. അത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇന്നിപ്പോ തായമ്പം കൊട്ടാൻ അനവധി ആളുണ്ടാവും, മേളം കൊട്ടാൻ അനവധി ആളുണ്ട്, അതുപോലെ കഥകളി ചെണ്ടകലാകാരന്മാരൊക്കെ പ്രതിഷ്ഠ നേടിയിട്ടുള്ള മിടുക്കന്മാരുണ്ട്. പക്ഷെ ശരിക്കും ഈ ക്ഷേത്ര അടിയന്തരങ്ങൾ താന്ത്രിക ആചാരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ഷേത്ര അടിയന്തരങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ചെണ്ടവാദ്യ പ്രയോഗം എന്നുള്ളത് വളരെ സവിശേഷമാണ്. അത് പ്രത്യേകിച്ചും കേരളത്തിലെ താന്ത്രിക പാരമ്പര്യം ഒരു പ്രത്യേകതയാണ്. ആ താന്ത്രിക പാരമ്പര്യവുമായി ബന്ധപ്പെട്ട വാദ്യങ്ങൾ പ്രയോഗിക്കുന്നത് പ്രത്യേകമാണ്. അതിലും ചെണ്ട എന്നുള്ളത് വളരെ പ്രത്യേകമാണ്. അപ്പൊ ഇത് അങ്ങനെ ഞാനിത് മുഴുവൻ പഠിച്ചിട്ടില്ല. എന്റെ ചില വിദ്യാർത്ഥികള് തന്ത്രത്തിലൊക്കെ ഗവേഷണം ചെയ്യുന്നവര് ശരിക്കും പറഞ്ഞാൽ ഈ താന്ത്രിക കേരള ക്ഷേത്രാചാരങ്ങൾ അല്ലെങ്കിൽ കേരള താന്ത്രിക പാരമ്പര്യത്തിൽ ഈ അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്, അത് അങ്ങക്ക് മിക്കവാറും എല്ലാം അറിയുന്ന ഞാൻ വിചാരിക്കുന്നത്. അത് മറ്റേ വേറെ ആരൊക്കെയാണെന്നും അതിന് അറിയുന്നവരുള്ളത്, അതിന്റെ ഒന്ന് എല്ലാവർക്കും അറിയാൻ തരത്തിലൊന്ന് പറയാം. പക്ഷെ അതിന്റെ മുന്നേ ഞാനൊരു നേരത്തെ ചോദ്യത്തിൽ ഒരു ലേശം കൂടി പറയാനുള്ളൂ. എങ്ങനെ കലാമണ്ഡലത്തിന്റെ നമ്മുടെ ഇത് തിരിക്ക് വന്നു എന്നുള്ളതിന് ഞാൻ മറുപടി പറഞ്ഞു. അപ്പൊ ഞാന് അങ്ങനെ നമുക്ക് അവിടുന്ന് പ്രാക്ടീസ് ചെയ്യാൻ തരായതുകൊണ്ടും അതുപോലെ തന്നെ ഗുരുനാഥന്മാരുടെ എന്നെ വഴി തിരിച്ചു വിട്ടു എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ നമ്മൾ ഈ ക്ഷേത്രകലകളിലേക്ക് വന്നു. അത് തായമ്പക എന്ന വിഷയം ചെയ്യുമ്പോൾ എനിക്ക് കൂടുതൽ അനുഭവപ്പെട്ടിട്ടുള്ളത്, ഇപ്പോൾ തായമ്പകയിൽ ഇപ്പോൾ എൻ്റെ കൊട്ട എങ്ങനെയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ മറ്റുള്ളവരുടെ ഇതിൽ കൂടുതൽ ഓരോരുത്തരും പലരും ചെയ്യുന്നത് ഇപ്പോൾ ഡിടുകിട് കഥരകാം എന്നുള്ളതിൽ ഡിടുകിട് കണക്കാം എന്നുള്ളൊരു എണ്ണം തായമ്പക ലോകത്ത് നിന്ന് എടുത്തു കളയാത്തൊരു എണ്ണം. ബാക്കി ഇന്ന് തായമ്പകയിൽ തുടങ്ങിയാൽ കഴിയണവരെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഈ ഒരു എണ്ണം അതിനെ നിലനിർത്തിക്കൊണ്ടേ എല്ലാവരും ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിൽ അതിന് വേറെ പകരം ഇതൊക്കെ കണ്ടെത്തിയവർക്ക് കണ്ടെത്താൻ പറ്റാഞ്ഞിട്ടല്ല. പക്ഷെ അത് മാറിയ ചിലപ്പോൾ ഇതിന്റെ മുഖങ്ങൾ തായമ്പക എന്നുള്ളതിന് ഇന്ന് ആരും അത് മാറ്റിയിട്ട് കാണുന്നില്ല. അവിടെ എത്തിയാൽ ഈ ഒരു എണ്ണം ഉണ്ട്. രണ്ടാമത്തെ എണ്ണം, ഒന്നാമത്തെ എണ്ണം പലതുമായിട്ട് മാറിയിട്ടുണ്ട്. രണ്ടാമത്തെ എണ്ണം എന്നുള്ളത് ഇത് നമ്മള് ഈ ഗണപതി കയ്യിൽ തന്നെ ഉണ്ട്. ആദ്യത്തെ തായമ്പക പഠിക്കുന്ന ആർക്കും അറിയാം, ഗണപതി കയ്യ് പഠിച്ചിട്ടാണ് തുടങ്ങുന്നത്. ഇത് തുടങ്ങുന്ന അതിൽ തന്നെ ഈ രണ്ടെണ്ണങ്ങളും ആദ്യത്തെ എണ്ണുണ്ട് നഗതര ഗിക്കാം എന്നാണ് അതിന്റെ ഇത്. ഞാൻ ഈ നഗതര എന്ന് പറയുന്നത് വലന്തകളുടെ ഭാഷയാണ്. നമ്മൾ കുട്ടി പഠിക്കുന്നത് അതുപോലെ നില വരുമ്പോ കറ്റാം കിറ്റാം കറ്റാം അങ്ങനെ ഒരു ഇതാണ് ഞങ്ങളെ അച്ഛൻ പഠിപ്പിച്ചതുള്ളത്. അത് ശരിക്കും കണ്ണാൻ ഗിണ്ണാൻ എന്നുള്ള അത് ഇടന്തകയിൽ കുട്ടുമ്പോഴത്തേക്കുള്ള ആ പിന്നെ ചെയ്യുന്ന സമയത്തെ ശബ്ദമാണ് അത്. പക്ഷെ പഠിക്കുന്നത് എല്ലാവരും വലന്തലയിലാവുകൊണ്ട് അതിന്റെ വോയിസാണ്. പക്ഷെ എനിക്കിപ്പോ ഞാൻ രണ്ടും പഠിച്ചിട്ടുണ്ട്. കലാമണ്ഡലത്തിൽ പഠിക്കുന്നുണ്ട്,
കണ്ണാങ്കിണ്ണാങ്കിണ്ണാങ്കിണ്ണാങ്കിണ്ണാങ്കിണ്ണാന്ന് എനിക്ക് വരും. കാരണം ഞാൻ അവിടെ പഠിച്ച എന്നെ അവിടെ പഠിപ്പിച്ചിട്ടുള്ളത് ഉണ്ണീഷാശാനൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. അങ്ങനെ പറഞ്ഞു തന്നുണ്ട്. അതിന്റെ അണ്ണാന്നുള്ള അക്ഷരപ്രകാരം അതിന്റെ കയ്യും സ്ഥാനമൊക്കെ വൃത്തിയിൽ പഠിപ്പിച്ചു തന്നുണ്ട്. ഇത് ഇവിടെ പഠിക്കുമ്പോൾ നമ്മൾ ട എന്ന് വലന്തലയിൽ കേൾക്കുന്ന ശബ്ദമാണ്. വലന്തലയുടെ മുകളിൽ വരുന്ന ശബ്ദമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പിന്നെ ശബ്ദ വ്യത്യാസങ്ങളെക്കാൾ നമുക്ക് എണ്ണത്തിന്റെ പിന്നെ ഡെഡ് തിക തരകാം എന്നുള്ളത് ഡെഡ് തിക തരകാം എന്ന് ഞാൻ പറയുന്നത് ഡെഡ് കണ്ണനകാം എന്ന് വരും. കലാമണ്ഡലത്തിന്റെ വായിച്ചായിരിക്കും ആ സിലബസ് അതാണ്. ഇതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ഈ എണ്ണം ഗണപതി കൈ കൊട്ടാൻ പഠിച്ചിട്ടാണ് അത് അനുഭവിക്കുക. അപ്പൊ ആ ഗണപതി കൈയിൽ തന്നെ ഉണ്ട് 2 എണ്ണങ്ങൾ. നമ്മൾ ഗണപതി കൈ കൊട്ടുമ്പോ എന്താ കൊട്ടുന്നത്? ഗി കാം നഗധര അല്ലെ? ഈ നഗധര ഗി കാമിനെ തിരിച്ചു വിട്ടതാണ് ആദ്യത്തെ എണ്ണം. ഗി കാം നഗധരകാന്ന് കൂട്ടുന്നു. അത് നഗധര ഗി കാം എന്നാണ് ആദ്യത്തെ എണ്ണം കൂട്ടുന്നത്. അപ്പൊ അത് കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഗി കാം നഗധരകാം എന്ന് കഴിഞ്ഞാൽ ഡെഡ് ജീകധരകാം അല്ലെങ്കിൽ ഡെഡ് കണ്ണനകാം രണ്ടാമത്തെ എണ്ണം. ഇതാണ് അവർ രണ്ടാമത്തെ എണ്ണം വരുന്നത് നമ്മൾ കൊട്ടുന്നത് എന്നാണ്. അങ്ങനെ ആദ്യത്തെ 2 എണ്ണങ്ങൾ ഇതും തന്നെ ഉണ്ട്. അപ്പൊ പഠിച്ച കുട്ടിക്ക് ഗണപതിക്ക് പഠിച്ച കുട്ടിക്ക് തുടങ്ങാൻ എണ്ണം പഠിക്കും പേടിക്കാനില്ല. ഇത് തന്നെ ഉണ്ട്. ഇവിടുന്ന് എടുത്ത് വെച്ചാൽ മതി. അപ്പൊ തീർച്ചയായും അത് വളരെയധികം പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ അതിന്റെ സ്വാദ് കലാമണ്ഡലത്തിൽ നമ്മള് 2 സാധകം മാത്രമല്ല, തക്കിട്ട തരികട എന്നാണ് നമ്മളെ. പക്ഷെ അവിടെ വലം തക്കിട്ട ഇടം തക്കിട്ട എന്ന് പറഞ്ഞിട്ട് 2 സാധകം കൂടിയുണ്ട്. അത് നമ്മൾ അവിടുന്ന് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും നിഷ്പ്രയാസം എന്ന് പറയട്ടെ കയ്യുമ്പിൽ വരുന്നുണ്ടെങ്കിൽ അത് അവിടുത്തെ ആ നിഷ്കർഷയാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം കലാമണ്ഡലത്തിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അത് പിന്നെ ഇതിനൊരു മുതൽക്കൂട്ടാണ്. എന്ത് പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിലും അതിലത്തെ ഈ കറകളഞ്ഞ സാധനം നമ്മള് കറകളഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ അതിന്റെ നിഷ്കർഷ അതിൽ ആശാപരക്കാണ് അതിൻ്റെ ശിഷ്യന്മാരെ കൊണ്ട് വൃത്തിയായിട്ട് നാളെ നേരെ ആവണമെന്ന് വിചാരിച്ച് ജീവിപ്പിക്കുകയായിരുന്നു. അത് വള്ളത്തോളിന്റെ ഒരു വലിയ ഭാവന, വലിയ ഒരു പുണ്യം. അത് ഞങ്ങളെ പോലുള്ള കാഴ്ചക്കാരെ ആസ്വാദകരെ തന്നെ പറയാൻ ഞങ്ങൾക്ക് ധൈര്യമില്ല. കാഴ്ചക്കാരെ എപ്പോഴും പറയും കലാമണ്ഡലത്തിൽ നിന്ന് ഏത് കലാരൂപം, ഇപ്പൊ മോഹിനിയാട്ടായാലും വേണ്ടില്ല, കൂടിയാട്ടായാലും വേണ്ടില്ല, അവിടുന്ന് പഠിച്ചു വന്നവരെ അരങ്ങത്ത് അത് അവതരിപ്പിക്കുമ്പോൾ ഒരു പ്രത്യേക മിഴിവ് ആ നിൽപ്പിനും അവതരണത്തിനും എല്ലാറ്റിനും. ഇപ്പൊ കൂടിയാട്ടമൊക്കെ വളരെ നമുക്ക് അനുഭവമാണ്. അദ്ദേഹം വെങ്കലാമച്ചാക്കിയാർ കൂടിയാട്ടം മറ്റേ തീകോഴി അതിന് വേണ്ട ഒഴിച്ചില് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരെ വന്ന് നിന്ന് കഴിഞ്ഞാൽ അതുപോലെ എല്ലാറ്റിനും ആ ഒരു സൗഭാഗ്യം കലാമണ്ഡലത്തിന്റെ ഒരു പുണ്യം. അത് തായമ്പുക കൊട്ടാൻ അവിടെ പഠിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഉപകരിച്ചു എന്നുള്ളത് യാതൊരു സംശയമില്ല. ഞങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ലെങ്കിലും കൊട്ടി കാണുമ്പോൾ ഞങ്ങൾക്ക് അറിയാറുണ്ട്. അവിടെ പഠിച്ച കലാമണ്ഡലത്തിൽ പഠിച്ചതിൽ തായമ്പോ കൊട്ടുമ്പോ അതിന് പ്രത്യേക ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും. ഘോരമായിട്ടുള്ള പ്രയോഗങ്ങളെ അത് പിന്നെ ലാസ്യമായിട്ട് കൊണ്ടുവരും. വലിയ ഇതായിരിക്കാം, എന്താ കടുപ്പം കൂടിയ ചില പ്രയോഗങ്ങളൊക്കെ, പക്ഷെ അതിന് സിമ്പിൾ ആയിട്ട്. പിന്നെ ഈ പ്രാക്ടീസ് ചെയ്യുകൊണ്ട് അത്ര ഗൗരവമില്ലാത്ത തരത്തിൽ അവർക്ക് ഈ കഥകളി കണ്ട് ശീലിച്ചു അത് മനസ്സിനുള്ളിലുണ്ട്. ഈ ഒരു ഭാഗം മാത്രം കൊട്ട് മാത്രമല്ലല്ലോ. അപ്പൊ ഭാവം അവരുടെ മുഖത്ത് സ്വാഭാവികമായിട്ട് ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരിക്കും. ഇതൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതാണ്. അല്ലാണ്ട് നമ്മള് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ പഠിച്ചുണ്ടാക്കാൻ പറ്റുന്നതല്ല. നമ്മളിൽ ഉണ്ടാവുന്നത് നമ്മൾ അറിഞ്ഞ് ചെയ്യണതല്ല, മറ്റുള്ളവർ പറയുമ്പോൾ നമ്മൾ അറിയണത്. ആ വ്യത്യാസം മറ്റുള്ളവര് നിങ്ങളുടെ കൊട്ടിൽ അതിന്റെ ഒരു കഥകളിക്കൊട്ടിന്റെ ചായ ഉണ്ടല്ലോ, അല്ലെങ്കിൽ കഥകളിക്കൊട്ട് പഠിച്ച ഒരു ചായ ഉണ്ടല്ലോ എന്ന് താഴോ കേട്ടിട്ടോ വേറെ എന്തെങ്കിലും കേട്ടിട്ട് പറയുമ്പോ ഒരു ടച്ച് ഉണ്ട് എന്ന് പറയും ചിലപ്പോ. അപ്പൊ അത് നമുക്കൊരു കറക്റ്റായിട്ട് മനസ്സിൽ തോന്നും, സന്തോഷം. കാരണം നമുക്ക് അവിടെ പോയി പോകാനും പഠിക്കാനും ആ സ്ഥാപനത്തിന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പിന്നെ സർട്ടിഫിക്കറ്റ് നേടാനും പറ്റിയെന്നുള്ളത് അച്ഛന്റെ അന്നത്തെ ഭാവന വളരെ ശരിയായി. അതെ, അച്ഛൻ കണ്ട ഭാവനയും എന്റെ ഗുരുനാഥൻ കണ്ടത്. അച്ഛന്റെ പോകുന്ന വെച്ചാൽ രണ്ടും അത് പറയാതെ വയ്യ. അവിടെ നിന്നും
സ്മരിക്കാതെ വയ്യ വരുന്നത്. എപ്പോഴും എന്റെ മനസ്സിൽ എല്ലാവരും ഉണ്ട് കേട്ടോ. ചില കാര്യത്തിൽ അപ്പൊ ഇത് നമുക്ക് ക്ഷേത്രാചാരങ്ങളിലേക്ക് അതിന്റെ കാര്യങ്ങൾ ഞാൻ പലതും പാടി അതൊക്കെ കേട്ടിട്ടുണ്ട്. അത് അച്ഛൻ്റെ അടുത്താണ് ബാക്കി ക്ഷേത്ര. പിന്നെ ഞങ്ങൾ കലാമണ്ഡലത്തിൽ നിന്ന് വന്ന ശേഷം ഏട്ടനും ഞാനും അതെ അച്ഛൻ്റെ അടുത്തുനിന്ന് ക്ഷേത്രത്തിൽ അതിലൊരു വിഷയം ഉണ്ടായത് വീട്ടിൽ കലാമണ്ഡലത്തിലേക്ക് നിന്ന് പോകുന്നുണ്ട്. ഈ ഇതിന്റെ ഇന്റർവ്യൂക്ക് ഞാൻ ക്ഷേത്രകലയാണല്ലോ ചെയ്തിരുന്നത്, കൊടുത്തത്. എല്ലാ ആപ്ലിക്കേഷനിലും പറഞ്ഞിട്ട് ഞാൻ കൊടുത്തത് ക്ഷേത്രകലകൾ പഠിക്കാനാണ്. അപ്പൊ അവിടുന്ന് അന്നത്തെ ഇന്റർവ്യൂക്ക് കൃഷ്ണൻകുട്ടി പോകാൻ രാമകുട്ടീശൻ പ്രിൻസിപ്പാളാണ് അദ്ദേഹം. അതുപോലെ പുറത്തുനിന്നൊരു ആശാനാണ്. അപ്പോൾ കലാമണ്ഡലം കേസ് നൃത്യത്തൊക്കെ അദ്ദേഹം മതിയുണ്ട് കേശവ. അതെ. പിന്നെ ഭരണസമിതി അംഗങ്ങൾ അവരൊക്കെ കൂടിയിട്ട് ഇന്റർവ്യൂക്ക് ഇരിക്കണം. അവർ ഇന്റർവ്യൂ ഒക്കെ എന്നെ വിളിച്ചു. അപ്പൊ കേളിയുടെ മുഖം തൊട്ടാൻ പറഞ്ഞു. കേളിയുടെ മുഖം കൂട്ടി ഇതായി. അത് കഴിഞ്ഞിട്ട് പാണി അറിയോ ചോദിച്ചു രാമകുട്ടീശൻ. അപ്പോൾ അറിയാം, മൂലപാണി അറിയാം. കാരണം നമ്മുടെ ക്ഷേത്രത്തിൽ നമുക്ക് ഈ ശ്രീഭൂതബലി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പിന്നെ ആദ്യം പാണി കൂട്ടിയിട്ട് വേണം തുടങ്ങാൻ. അപ്പോൾ അതറിയാം. ചെണ്ടി ഞാൻ എടുത്തിട്ട് ഞാൻ പിന്നെ മൂലപാണി കൂട്ടി കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് അദ്ദേഹം എടുത്ത് രാമകൃഷ്ണനെ ചോദിച്ചു വലിയ മരപ്പാണി അറിയോ ചോദിച്ചു. അതിൽ വേഗം കൃഷ്ണകുട്ടി കോളേജാൻ അവിടെ തന്നെ ഏറ്റു രാമകൃഷ്ണനോട്. അല്ല അതൊക്കെ പഴക അറിയാത്ത പഴയതിനെ ഇതിനെ അപേക്ഷിച്ചിട്ട് ചോദിച്ചു. അപ്പൊ എനിക്ക് മറുപടി പറയേണ്ടി വന്നില്ല. അത് കൃഷ്ണകുട്ടി കോളേജാ കഴിച്ചു പണി രാമകൃഷ്ണനോട്. ആ ഈ വലിയ പാണി കൊട്ടാറായി പറഞ്ഞ ക്ഷേത്രകാലിയൊന്നും പഠിക്കാനില്ല. പിന്നെ വലിയ കാര്യമായിട്ടൊന്നും അവർക്ക് അവസാനം പഠിപ്പിക്കുന്നതാണ്. ആ സിലബസിൽ അവസാനമാണ് വരിക പാണിയൊക്കെ. അപ്പോ കൃഷ്ണകുട്ടി കോളേജാൻ എടുത്ത വഴിക്ക് രാമകുട്ടേശാനുള്ള മറുപടി എന്റെ ഇന്റർവ്യൂ സമയത്ത് തന്നെ അദ്ദേഹം കൊടുത്തുകൊണ്ടിരിക്കുമെന്ന് രക്ഷപ്പെടാൻ പറ്റി. അല്ലെങ്കിൽ ആ ഇത് കൊടുത്തു. ഇല്ല എന്ന് പറയേണ്ടി വന്നില്ല, ഒന്നും പറയേണ്ടി വന്നില്ല. പറഞ്ഞത് ഞാൻ ചെയ്തു. ആ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ആദ്യം പറഞ്ഞത് കിട്ടിയില്ല എന്നുള്ളത്. അപ്പൊ അത് അല്ല. അപ്പൊ ഈ പാണി ഇങ്ങനെയുള്ള ഈ പ്രധാനപ്പെട്ട ഇതിലെ ക്ഷേത്രത്തിലെ അതെ ഇത് നമ്മൾക്ക് ഉത്സവം അല്ലെങ്കിൽ കലശം. പാണി എന്നുള്ള വിഷയം വരുന്നത് ഉത്സവങ്ങൾക്കും കലശത്തിനാണ്. അത് ഒരു ദിവസം ഉത്സവബലിയായിട്ട് ആഘോഷിക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. 10 ദിവസം ഉത്സവമാണെങ്കിൽ പല സ്ഥലത്തും അത് 8-ാം വാക്കിന്റെ അന്നായിരിക്കും, അല്ലെങ്കിൽ 6-ാം വാക്കിന്റെ അന്നായിരിക്കും. ഇങ്ങനെ 2 ദിവസങ്ങളിലാണ് പാണി ഉണ്ടായിരിക്കുക, ഉത്സവബലി ഉണ്ടായിരിക്കുക. അപ്പോൾ ഉത്സവബലിയുടെ പാണി എന്ന് ഉദ്ദേശിക്കുന്നത് ആ വാക്കിൽ തന്നെ നമുക്കതിൽ അർത്ഥമുണ്ട്. പാണി എന്ന് പറഞ്ഞാൽ കയ്യെന്നാണ്. കൈ കൊണ്ട് ഉപയോഗിക്കുന്ന ഒരു മരം എന്ന വാദ്യോപകരണമുണ്ട്. ആ മരത്തിനെ 2 കൈ കൊണ്ട് പൊട്ടുന്നതുകൊണ്ടാണ് പാണി എന്നുള്ളൊരു വാക്ക് അതിന് പിന്നെ ഈ പ്രയോഗത്തിന് വരാൻ കാരണം. പിന്നെ ഉപയോഗിക്കുന്ന വാദ്യം വ്യത്യസ്തമായിട്ടുള്ളൊരു വാദ്യമാണ്. മരം എന്നാണ് ആ വാദ്യത്തിന്റെ പേര്. മരം എന്ന് പറയാൻ അതിന് പേര് വരാൻ കാരണം അപ്പോൾ അതിന്റെ കുറ്റി മരമാണ്. 2 പുറത്ത് തോലിട്ടിട്ടുള്ളൊരു വാദ്യോപകരണമാണ്. പല വാദ്യവും ചെണ്ടയ്ക്ക്, തിമലയ്ക്ക്, ഇടയ്ക്കൊക്കെ ഇതിനൊക്കെ മരം കുറ്റിയുണ്ട്, മരമുണ്ട്. പക്ഷെ അതിനൊന്നും വ്യത്യസ്തമായിട്ട് ഇതിനിപ്പോ മരം എന്ന് പേര് വരാൻ കാരണം ഒരു പഴയ തന്ത്രി കുടുംബത്തിൽ നിന്ന് ഏട്ടനും അനിയനുമായിട്ടുള്ള 2 പേര് ഒരു പ്രതിഷ്ഠയ്ക്ക് പോയി. അവിടെ ചെന്നു ഭഗവാനെ പ്രതിഷ്ഠിക്കേണ്ട സമയമായപ്പോൾ ഏട്ടൻ പ്രതിഷ്ഠിക്കാതിരിക്കുന്നു, അനിയൻ പെരിയമ്മയായിട്ടൊപ്പം നിൽക്കുക സാധനങ്ങൾ എടുത്തു കൊടുക്കാനൊക്കെ. അപ്പം ആ സമയത്ത് ഏട്ടൻ എത്ര പ്രാവശ്യം പ്രതിഷ്ഠിക്കാൻ നോക്കുമ്പോൾ അവിടെ ഉറക്കുന്നില്ല, വിഗ്രഹം ഉറക്കുന്നില്ല. കുറെ കഴിഞ്ഞപ്പോൾ അനുജൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ആ പിന്നെ അമ്പലത്തിന്റെ കഴുക്കോലുണ്ട്, ഈ ശ്രീകോവിലിന്റെ കഴുക്കോലിന്റെ മുകളിൽ 2 പൊട്ട് പൊട്ടി കൈകൊണ്ട് പടങ്ങനെ പിടിച്ചു നിന്നിട്ട് എന്താണോ ഇനി വേണ്ടതെന്നുള്ള ഒരു ഇതില് 2 പൊട്ട് പൊട്ടിയ സമയത്ത് ഈ വിഗ്രഹം അവിടെ ഉറച്ചു. അപ്പോൾ ഏട്ടൻ മനസ്സിലായി അനിയൻ എന്തോ പ്രയോഗിച്ചിട്ടുണ്ട്. അനിയപ്പം എന്ത് ചെയ്താ ചോദിച്ചു. ഞാൻ ഈ കഴുക്കോലിന്റെ മുകളിൽ 2 പൊട്ട് പൊട്ടി, എന്നാ ഇനി അവിടെ നിന്നാൽ നിങ്ങൾ കയറണ്ട എന്ന് ഏട്ടനകത്തുനിന്ന് പറയണം. അന്ന് അങ്ങനെ മരത്തിന്റെ മുകളിൽ കൊട്ടിയതുകൊണ്ടാണ് ആ പ്രതിഷ്ഠ അവിടെ ഉറച്ചത്. അതുകൊണ്ടാണ് പ്രതിഷ്ഠയ്ക്കും ഈ വക ക്ഷേത്ര ആചാരങ്ങൾക്കൊക്കെ പാണി എന്നുള്ള വിഷയത്തിന് മരം എന്ന വാദ്യോപകരണം. അപ്പൊ മരം എന്ന പേര് ഇടാൻ കാരണം അതാണ്. മരം എന്നുള്ള പേര് വരാൻ ഈ മരത്തുമ്പ് കൊട്ടിയതുകൊണ്ടാണ്. അന്ന് അദ്ദേഹത്തിനെ പറ്റിച്ച കൽപ്പിച്ച് പുറത്ത് നിർത്തി അങ്ങനെ ഒരു മാറ്റി നിർത്തി എന്നുള്ളതാണ് കേട്ടിട്ടുള്ള ഒരു കഥ.
ഈ പാണി പഴച്ചാൽ കോണി എന്ന ഒരു അത് അതതിന്റെ അത്രയും വിശ്വാസം. അതിന്റെ ഈ പാണി പഠിപ്പിക്കുമ്പോൾ പാണിക്ക് കോൺസെൻട്രേഷൻ കൂടുതൽ വേണ്ട ഒരു വിഷയമാണ് പാണി. കാരണം ദൈവികമായ ഒരു കാര്യം ചെയ്യുമ്പോൾ തന്ത്രി മാരാര് ഈ തന്ത്രി ചെയ്യുന്ന പൂജയുടെ ബാക്കിയൊരു ഭാഗം കൂടിയാണ് മാരാര് ചെയ്യാൻ. ഒരു പ്രത്യേകം പറഞ്ഞാൽ നമ്മുടെ നവീകരണ കലശങ്ങളുണ്ട്. ആ നവീകരണ കലശത്തിന് സംഹാരത്വം എന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങുണ്ട്. ആ അപ്പോൾ ആ ജീവസിനെ സംഹരിക്കുകയാണ്. അവിടെയുള്ള ആ ജീവനെ ആവാഹിച്ച് ഇദ്ദേഹം ഒരു വെള്ളിക്കുളത്തിലേക്ക് ആവാഹിച്ച് അതിലേക്ക് നിറച്ച് അത് തലയിലേറ്റി നേരെ വാതിൽമാളത്തിൽ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ശയ്യ എന്ന് പറയും. ആ ഒരു ഇതുണ്ട്. അതിൽ നിറയെ മുളകളെ കൊണ്ടൊക്കെ 16 പാനിയിൽ മുളമ്പാനി വെച്ചിട്ട് അങ്ങനെ അതിൽ കൊണ്ട് വെക്കും. അന്ന് അവിടെയാണ് ആ ഭഗവാന്റെ തേജസ് ചൈതന്യം കുടികൊള്ളുന്നത്. പിറ്റത്തെ ദിവസമാണ്. അപ്പം അത് ഈ ജലം പിന്നെ ശുദ്ധമാറാതിരിക്കുക. കാരണം ജലത്തിലേക്കാണ് ആവാഹിക്കുന്നത്. അതിൽ പ്രത്യേക ഹോമങ്ങളുണ്ട്. അതിന് ചില പിന്നെ അതെ ഹോമങ്ങൾ ആ തന്ത്രിമാർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് ഈ തന്ത്രിമാർ അവിടുന്ന് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ആവാഹന കഴിഞ്ഞിട്ട് ഇവിടെ വന്നാൽ പാണി കൊട്ടാൻ പറയും. പാണി കൊട്ടാൻ പറയുന്നത് എന്താ വെച്ചാൽ ദേവന്മാരുടെ സാന്നിധ്യം. ഈ മരത്തിന്റെ കൊട്ട് കേട്ടാൽ അത്ര ദേവന്മാർ കൊണ്ടുപോകും. അപ്പൊ അതിനും കൂടി വേണം ഈ ചൈതന്യത്തിന്റെ കൂടെ പോവാൻ. അപ്പൊ അവരെ ക്ഷണിക്കുകയാണ്. ദേവലോകത്തുനിന്ന് ദേവന്മാരെ ക്ഷണിക്കാൻ വേണ്ടിയാണ് പാണി കൊട്ടുന്നത് എന്നാണ് സങ്കല്പം. പാണി പോലെ പിന്നെ പാണി പഴച്ചാൽ കോണി എന്ന് പിന്നെ എന്ന് പറയുന്നത് അതില് പിന്നെ കോൺസെൻട്രേഷനാണ് പ്രധാനം. നമുക്ക് ശ്രദ്ധയോട് കൂടി ചെയ്യണം. ഭക്ഷണം കഴിച്ചാൽ ഉറക്കം വരും. അപ്പോ അത് കഴിക്കാതെ ചായ കൂടി കുടിക്കാതെ ജലപാനം ഇല്ലാതെ ചെയ്യുമ്പോൾ നമുക്കതിന്റെ കോൺസെൻട്രേഷൻ ആയിരിക്കും അതിന്റെ ആ കാര്യത്തില്. അപ്പൊ നിഷ്കർഷയോട് കൂടി ചെയ്യാൻ വേണ്ടിയാണ് ആദ്യം പേടിപ്പിക്കണ ഒരു ഈ പാണി പോലെ ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ആചാരങ്ങളിൽ പ്രത്യേക ശ്രദ്ധയും മറ്റേ അറിവും വേണ്ട വാദ്യപ്രയോഗങ്ങളുണ്ട്. പിന്നെ ഈ വേട്ടയ്ക്കൊരുമകൻ പാട്ട് അല്ലെങ്കിൽ ഭഗവതി പാട്ട് ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഈടും കൂറും കളപ്രദക്ഷിണം അങ്ങനെ വെളിച്ചപ്പാടിന്റെ നൃത്തരൂപമാണ്. അത് രണ്ടും വെളിച്ചപ്പാട് നിർത്താം. ഈടും കൂറും എന്നുള്ളത് കളപ്രദക്ഷിണമാണ്. അത് ഈടും കൂറും എന്നത് ചടങ്ങ് വെളിച്ചപ്പാടും നമ്മൾ വലന്തലയിലാണ് കൂട്ടുന്നത്. ഈടും കൂറും കളപ്രദക്ഷിണം എന്നുള്ളത് അദ്ദേഹം ആ കളത്തിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുമ്പോൾ അതിനെ പല താളത്തിലും ചെയ്യും. അതിനനുസരിച്ച് മേളം കൊഴുപ്പോട് കൂടി നമ്മളെല്ലാം ചെണ്ട വലന്തല ഇടന്തല വലന്തല താളം കൊമ്പ് കോഴലെല്ലാം കൂടി ചേർന്ന് ഇത് താളവും കൊമ്പും കോഴലും ഉണ്ടാവും. പക്ഷെ വലന്തലയിൽ മാത്രം അത് അദ്ദേഹത്തിന്റെ ആ നായാട്ട് കഴിഞ്ഞ് വരുന്ന ഒരു സീനാണ്. ആ സമയത്തുള്ള അദ്ദേഹത്തിന്റെ ആ പിന്നെ എന്താ ഒരു ഗൗരവമുണ്ട്. അതിനെ ഒന്ന് നൃത്ത രൂപത്തിലേക്ക് നൃത്തം വെച്ച് അദ്ദേഹത്തിന്റെ ആഹ്ലാദ നൃത്തമാണ് നമ്മൾ ഈട് കൂടുമായിട്ട് കാണുന്നത്. അപ്പൊ അതിപ്പോ സാധാരണയായിട്ട് ഇതിന് ഈട് എന്ന് പറഞ്ഞാൽ 3 ഈട് സാധാരണ കൊട്ടുന്നുണ്ട്. പിന്നെ കൂറ് എന്ന് പറഞ്ഞാൽ 4 കൂറുണ്ട്. പകരം അതാണ് അതിന്റെ ശരിയായിട്ടുള്ള രൂപം. പിന്നെ ഇന്നിപ്പോ പലതും നമുക്കെല്ലാം ഗവേഷണം ചെയ്തിട്ടുള്ളതും അല്ലെങ്കിൽ പലതിലും മാറ്റങ്ങളുണ്ട്. അടിയന്തരമായി ചെയ്യണ്ട അല്ലെങ്കിൽ ഒരു മിനിമം ലെവൽ. പിന്നെ കളപ്രദർശനം. ഈ കളപ്രദർശനത്തിന് താളങ്ങള് വിന്യസിച്ചിട്ടുണ്ട്. ഇത്ര പ്രദർശനം എന്നുള്ള കണക്കുകളുണ്ട്. അങ്ങനെയുള്ള നിഷ്കർഷയായിട്ടുള്ള ഒരു കാര്യമാണ്.